عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحبه الفائزين بالله أما بعد. ആദരണീയരായ ഉസ്താദന്മാര്, സ്നേഹനിധികളായ സഹോദര സഹോദരിമാര്, പ്രത്യേകിച്ച് റേഡിയോ ശ്രോതാക്കളായ സുഹൃത്തുക്കള്, അള്ളാഹു നമ്മുടെ ദുആയും എല്ലാം അള്ളാഹു മഖ്ബൂലാക്കി തീർക്കുമാറാവട്ടെ. മഹാനായ ഷൗക്കത്ത് സഖാഫി ഉസ്താദ് പറഞ്ഞതുപോലെ ചെറുശോല ഉസ്താദിന്റെ ആണ്ടുമാസം നമുക്ക് പ്രത്യേകം ഉസ്താദിനെ അനുസ്മരിക്കേണ്ടതുണ്ട്. കാരണം ഷെയ്ഖുൽ ഫിഖ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലൊക്കെയും ചെറുശോല കുഞ്ഞായ്മ മൊയ്ലിയര് പറഞ്ഞ പിന്നെ ഏതൊരു വ്യക്തിക്കും പേടിയാണ്. മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ വരെ ചെറുശോല ഉസ്താദ് ഫിഖിന്റെ മസ്അല പറഞ്ഞാൽ അതിനെ ഒന്ന് ആലോചിക്കാതെ രണ്ടാമത് പറയാറില്ല എന്നാണ്. അത്രയും വലിയ കഴിവായിരുന്നു ചെറുശോല ഉസ്താദിന് ഫിഖിന്റെ വിഷയത്തിൽ. കാരണം ഫിഖാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത്. അല്ലാഹു തആല അവിടുത്തെ ദറജ ഏറ്റിക്കൊടുത്ത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വെത്തിച്ചറ, നമ്മുടെ വളാഞ്ചേരി എന്നച്ച് പുത്തനത്താനി വളാഞ്ചേരിയുടെ ഇടയിൽ വെത്തിച്ചറയിലേക്ക് എത്തുന്നതിന്റെ, ടൗണിലേക്ക് എത്തുന്നതിന്റെ അല്പം മുമ്പ്, ടൗണിൽ തന്നെ എന്ന് പറയാം, വെത്തിച്ചറ ജുമാഅത്ത് പള്ളി, ആ പള്ളിയിൽ നിന്ന് നേരെ എന്നച്ചിൽ നിന്ന് പള്ളിയിലേക്ക് കടക്കുന്ന ഫസ്റ്റില് ഒരു ചെറിയ ഒരു ഉയരം കാണാം ചെറുശോല ഉസ്താദിന്റെ ഖബർ. അതുകൊണ്ട് ആ വഴിക്കൊക്കെ യാത്ര ചെയ്യുമ്പോ ഒന്നുമില്ലെങ്കിൽ ഒരു കൈനീട്ടി സലാമെങ്കിലും പറയാൻ ആരും മറക്കരുതെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഒരുപാട് പലവരും കരീം ഉസ്താദ് വിശാലമായി ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കയ്പമംഗലം യൂസുഫ് എന്ന് പറയുന്ന നമ്മുടെ വലിയ KMIC ഒരു മുഹിബും റേഡിയോ ശ്രോതാവുമാണ്. അദ്ദേഹത്തിന്റെ മരുമകളെ പ്രസവത്തിനു വേണ്ടി ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി, ഫസ്റ്റ് പ്രസവമാണ്, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഒരു പ്രശ്നവും ഒരു പ്രയാസവും കൂടാതെ നല്ല പ്രസവം നൽകി സാലിഹായ മക്കളെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. പിന്നെ പോലെ തന്നെ നമ്മുടെ അബൂ റയ്യാൻ കാലടി എന്ന ഐരയിലുള്ള സുഹൃത്ത് 10 ദിവസം ലീവിന് പോയി നമ്മുടെ ഗൾഫ് രാജ്യത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. മാനസികമായ ടെൻഷൻ ഇല്ലായിരിക്കുമോ? നമുക്ക് ഉറപ്പല്ലേ? ടെൻഷൻ 10 ദിവസത്തേക്ക് നാട്ടിൽ നിന്നിട്ട് ഗൾഫിലേക്ക് തിരിച്ചു പോകുന്ന വിഷമമില്ലാതിരിക്കുമോ? അപ്പൊ ഏതായിരുന്നാലും അല്ലാഹു തആല അബൂ റയ്യാൻ, നല്ല റയ്യാൻ എന്ന് പറഞ്ഞൊരു കുട്ടി, അദ്ദേഹം പ്രസവിച്ചതാണ്, ആൺകുട്ടിയാണ്. ഞാൻ റയ്യാൻ എന്ന് പേര് വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ വേറെ 1-2 ആൾക്കാര് ഞങ്ങൾ റയ്യാൻ എന്ന് പേര് പറഞ്ഞാൽ റയ്യാൻ 313 ഐഡിയയിൽ ഒരൊറ്റ കൂട്ടും വരാൻ പാടില്ല. വേറെ ഏത് ഐഡിയങ്ങൾ ഉണ്ടാക്കിയാലും വേണ്ടിയില്ല. അല്ലാഹു തആല റയ്യാൻ എന്ന് പറഞ്ഞാൽ ഇൽമു കൊണ്ട് ദാഹം തീർക്കുന്നവൻ എന്ന് അർത്ഥമുണ്ട്. സ്വർഗത്തിലെ കവാടം. അല്ലാഹു നമ്മുടെ മക്കളൊക്കെയും നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഉപകരിക്കുന്ന മക്കളാക്കി, വിജ്ഞാനം ഉള്ളതായ മക്കളാക്കി, നമ്മളുടെ മരണസമയം അല്ലാഹു തആല നമ്മളെ മയ്യത്ത് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനൊക്കെയും ഉപകരിക്കുന്ന മക്കളാക്കി തീർക്കുമാറാവട്ടെ എന്ന് പറഞ്ഞ് എല്ലാ പുരുഷന്മാരോടും ആദ്യമായി ഞാനൊരു മസ്അല പറയാൻ. ഇന്ന് ഇൻഷാ അല്ലാഹ് ഫീസ് നമുക്ക് എന്തായാലും തിരിച്ചു കൊടുക്കണം. ഇനി അത് നാളെ ഞായറാഴ്ചയാണ് ഓഫീസൊക്കെ ഒഴിവേക്കാനും. അപ്പൊ ഫീസ് തിരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാവും. അള്ളാഹു തൗഫീക്ക് ചെയ്ത് ഇന്ന് ഒരു മയ്യത്ത് ശരിയായ രൂപത്തിൽ അതിന്റെ അഫ്ളലായ അക്മലായ രൂപങ്ങളൊക്കെയും പറഞ്ഞ് നമുക്ക് മയ്യത്ത് ഖബറടക്കാം. ആ ഒരു വിഷയം ശ്രദ്ധിക്കാൻ വേണ്ടി ആദ്യം ഞാനൊരു മസ്അല പറയാൻ. നമ്മളൊക്കെ എന്താ വിചാരിക്കുന്നത്? അതിന് നാട്ടിൽ കുയ്യമുക്ലിമാരില്ലേ? അതിനിപ്പോ നാട്ടിൽ മഹല്ല് കമ്മിറ്റി ഏൽപ്പിച്ചവരില്ലേ? അങ്ങനെ മനസ്സിലാക്കിയ ഏതെങ്കിലും പുരുഷന്മാരുണ്ടെങ്കിൽ, ചിലപ്പം ഭാര്യ മരിച്ചാല് ഞാൻ വന്നിട്ട് മയ്യത്തെടുത്താ മതി എന്ന് പറയുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കല്യാണം കഴിച്ച ചെറുപ്പക്കാരെ, രക്ഷിതാക്കന്മാരെ, എനിക്ക് നിങ്ങളോട് KMICയുടെ ഒരു മുഹിബ്ബീങ്ങൾ, ശ്രോതാക്കള് എന്ന നിലക്ക് ഈ ഒരു വിഷയത്തിൽ ആദ്യമായി ഒരു മസ്അല പറയാനുള്ളത്, ഭാര്യ കല്യാണം കഴിക്കപ്പെട്ട പെണ്ണാണ് മരിച്ചത്, മുസവ്വജത്തായ പെണ്ണ്. ശ്രദ്ധിക്കണം, മുസവ്വജത്ത്, ഭർത്താവുള്ള പെണ്ണാണ് മരിച്ചതെങ്കിൽ
ആ പെണ്ണിന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കേണ്ടത് പുരുഷനാകും, ഭർത്താവായ പുരുഷനാകുന്നു. ആ മസ്അല എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ വലിയ സംഖ്യ ചെലവാക്കിയിട്ട് ഞാൻ വന്നിട്ട് മയ്യത്തെടുത്താൽ മതി എന്ന് പറഞ്ഞ് ആ മയ്യത്തിന്റെ ഒരു മുഖം കണ്ട് പിന്നെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കുകയാണ് പള്ളിപ്പറമ്പില്. അതുകൊണ്ട് വളരെ വ്യക്തമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാര്, ചിലപ്പോൾ നിങ്ങളുടെ പല ഭർത്താക്കന്മാരും ഈ ക്ലാസുകളൊന്നും കേൾക്കാത്തവരായിരിക്കും. അവർക്ക് വിളിച്ച് നിങ്ങൾ പറയണം, നിങ്ങളും ഞാനും തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നമ്മളെ ഈ ദുന്യവിയായ സ്നേഹം നാളെ ഞാൻ ഖബറിലേക്ക് പോകുമ്പോഴും പ്രിയപ്പെട്ട ഭർത്താവേ ആ സ്നേഹം നിങ്ങൾ എനിക്ക് തരണം. അതുകൊണ്ട് ഞാൻ ആ ഒരു മസ്അല ആദ്യം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ, ഇത് പള്ളിയിലെ കുയ്യമുക്രിമാര് ചെയ്യേണ്ട പണിയല്ല. എന്റെ ഭാര്യ മരിക്കുമ്പോ ആ ഭാര്യയുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കുക എന്ന സുന്നത്ത് അത് എന്റേതാണ് എന്ന ബോധം കല്യാണം കഴിച്ച മുഴുവൻ പുരുഷന്മാരുടെ ഖൽബിലും ഉണ്ടാവണം. അങ്ങനെ ഒരു സാഹചര്യം ഭർത്താവും ഭാര്യ മരിച്ച് ഗൾഫിൽ നിന്നൊക്കെയും വലിയ സംഖ്യ ചെലവാക്കി നിങ്ങൾ വരുമ്പോൾ, ഞാൻ ഇത്രയും വലിയ ഒരു സംഖ്യ ചെലവാക്കിയിട്ടാണ് എന്റെ ഭാര്യ മരിച്ച വിവരം അറിഞ്ഞപ്പോൾ വന്നത്. അതുകൊണ്ട് എനിക്ക് സുന്നത്താണ് ഞാൻ ചെയ്യേണ്ടത്. അവരൊരു കാര്യം ശ്രദ്ധിക്കണം, ചിലപ്പോ എല്ലാവർക്കും സാധിച്ചോന്നില്ല. ഇനി അള്ളാഹു താല ദീർഘായുസ്സും കൊടുക്കട്ടെ. ഉമ്മുറയ്യാൻ മരിക്കുമ്പോ അബുറയ്യാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്താ കയ്യും കെട്ടി നോക്കിക്കണ്. അതിന് KMIC ഇങ്ങനെയല്ല മസ്അല പറഞ്ഞത്. എല്ലാവർക്കും മയ്യത്ത് ഖബറിലേക്ക് ഇറക്കാൻ ആരോഗ്യം എന്തായിക്കോന്നില്ല, അതും ശ്രദ്ധിക്കണം. അപ്പൊ അതിനൊക്കെ ആരോഗ്യം കാര്യം സാധിക്കുന്ന എത്രയോ ആളുകളുണ്ടല്ലോ. മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കാൻ സാധിക്കുന്ന നമ്മൾ പഠിക്കണം. എനിക്ക് വിവരമില്ലാൻ പറഞ്ഞിട്ട് അവിടെ ഒരു മസ്അല കൂടി. അപ്പൊ ഒരു സുന്നത്ത് എന്താ? മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കുന്നത് പുരുഷനായിരിക്കണം. ആ മയ്യത്ത് പെണ്ണാണെങ്കിലും ശരി, ആ പുരുഷന്മാരിൽ നിന്ന് ഏറ്റവും മയ്യത്ത് ഖബറിലേക്ക് ഇറക്കാൻ ബന്ധമായവർ ആരാ? നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ ബന്ധമായവരാ. ഒരാൾ മരിച്ചാൽ ആരാണോ ഇമാമത്ത് നിൽക്കാൻ മുൻഗണന, വാപ്പാന്റെ വാപ്പ മോൻ, ഇങ്ങനല്ല വരിക. അതേ മുൻഗണന തന്നെയാണ് മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കുന്ന പുരുഷന്മാർക്കും ഉള്ളത്. പക്ഷേ ഇൻകാനത്തിൽ മയ്യത്ത് മുസവ്വജത്തൻ, മയ്യത്ത് മുസവ്വജത്താണെങ്കിൽ വിവാഹം ചെയ്യപ്പെട്ട ഭർത്താവുള്ള സഹോദരിയാണെങ്കിൽ ആ പുരുഷന് ഭർത്താവല്ല. മയ്യത്ത് നിസ്കരിക്കുമ്പോ, ഭാര്യ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ഏറ്റവും ബന്ധമായത് ഭർത്താവല്ല. പക്ഷെ മയ്യത്ത് ഖബറടക്കുന്ന വിഷയത്തിൽ ഏറ്റവും ബന്ധമായത് ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവാണ്. അവിടെ ഒരു മസ്അല കൂടി നിങ്ങൾ ശ്രദ്ധിച്ച്. നിങ്ങൾ പറയുമ്പോ പുരുഷന്മാരൊക്കെ ഈ മസ്അല പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഈ മസ്അല പറയുന്നത്. മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ വലഭാഗത്തുള്ള കവിൾത്തടത്തിൽ നിന്ന് തുണി ഒഴിവാക്കി മയ്യത്തിന്റെ വലത്തെ കവിൾത്തടം മണ്ണിനോട് ചേർത്തി വെക്കല് സുന്നത്താ. ശ്രദ്ധിക്കണട്ടോ. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാര് ഭർത്താക്കന്മാരൊന്നും ഈ ക്ലാസ് കേട്ടിട്ടില്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഇവിടെ കിതാബിൽ ഒരു കാരണം പറയുന്നുണ്ട്. മയ്യത്ത് ഖബറടക്കുമ്പോ ഇവിടെ സ്വന്തം വാപ്പയേക്കാൾ, സ്വന്തം മക്കളേക്കാൾ, സ്വന്തം ആങ്ങളാരേക്കാൾ മയ്യത്ത് പെണ്ണാകുകയും ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവാണ് ഏറ്റവും ബന്ധമായത് എന്ന് ഫുഖഹാക്കള് മസ്അല പറയാൻ കാരണം, ഭർത്താവിന് നോക്കാൻ പാടില്ലാത്തോർക്ക്, ഭർത്താവിനല്ല വാപ്പാക്ക് നോക്കാൻ പാടില്ലാത്തോർക്ക്, മക്കൾക്ക് നോക്കാൻ പാടില്ലാത്തോർക്ക്, ആങ്ങളാർക്ക് നോക്കാൻ പാടില്ലാത്തോർക്ക് ആൾക്ക് നോക്കാം, ഭർത്താവിന് നോക്കാം. ഇവിടെ ഈ വലത്തെ കവിൾത്തടം നീക്കി, വലത്തെ കവിൾത്തടത്തിൽ നിന്ന് തുണി ഒഴിവാക്കി വലത്തെ കവിൾത്തടം മണ്ണിനോട് ചേർത്തി വെക്കല് സുന്നത്താണ് മയ്യത്തിനെ ഖബറിൽ കിടത്തുമ്പോ. ശ്രദ്ധിക്കണം, അത് സുന്നത്താണ്. അപ്പൊ നമ്മൾ ഈ മയ്യത്തിന്റെ തുണി ഖബറിൽ വെച്ച് കെട്ടയിക്കേണ്ടി വരും. എന്തിന്? അപ്പൊ ഈ മയ്യത്തിന്റെ ശരീരത്തിൽ സ്വാഭാവികമായും തൊടേണ്ടി വരും. തൊടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊട്ടുവച്ചിട്ട് അവിടെ ഒളുമൊഴിയൊന്നുമില്ലട്ടോ, ഞാൻ അതിലാരും ബേജാറാവണ്ട. പക്ഷെ മയ്യത്ത് ഖബറടക്കുന്നത്, മയ്യത്ത് അന്യപെണ്ണ് ഖബറടക്കാനുള്ള പുരുഷന്മാർ അന്യപുരുഷന്മാരായിരിക്കുമല്ലേ.
ഇപ്പൊ നമ്മളൊക്കെ നാട്ടിൽ അതിനായിട്ട് കുയ്യം മുക്കരിമാർ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. ഇവരാണ് എല്ലാ മയ്യത്തും ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. അപ്പോ ആ ഖബറിന്റെ മുകളിൽ നിൽക്കുന്ന പുരുഷനായ ഭർത്താവ് ചിന്തിക്കേണ്ടത് എന്താ? എന്റെ ഭാര്യയുടെ മയ്യത്താണ് ഈ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത്. ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത്. മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ വലത്തെ കവിൾത്തടത്തിൽ നിന്ന് തുണി ഒഴിവാക്കി വലത്തെ കവിൾത്തടം മണ്ണിനോട് ചേർത്തി വെക്കണം. ഇത് ഒരു അന്യപുരുഷനായ ഈ കുയ്യം മുക്കിരി ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്റെ ഭാര്യയുടെ ശരീരത്തിൽ എന്റെ കൈയിടത്തലായിരിക്കും. അതുകൊണ്ടാ ഫുഖാക്കൾ പറഞ്ഞത്. ചിലപ്പോ മയ്യത്ത് പെണ്ണാകുമ്പോ തൊടാൻ പാടില്ലാത്ത സ്ഥലങ്ങളൊക്കെയും നോക്കുമ്പോ ഏറ്റവും നല്ലതായ അത് ഭർത്താവാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാർ എല്ലാവരും മയ്യത്തെങ്ങനെയാണ് ഖബറിലേക്ക് ഇറക്കേണ്ടത്. അവിടെ നമുക്കിന്ന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്താ? ഇതിനായി ഒരു വിഭാഗത്തെ നിയമിച്ചിക്കാൻ. മയ്യത്ത് ഖബറിലേക്ക് ഇറക്കുമ്പോ മയ്യത്തുമായി ഏറ്റവും ബന്ധമുള്ള ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പുരുഷൻ അവരിൽ നിന്നു തന്നെ വിവരമുള്ളവരാവണം, നല്ലോണം വിവരമുള്ളവരാവണം. മയ്യത്ത് ഖബറിൽ എങ്ങനെയാണ് കിടത്തേണ്ടത്, അതിന്റെ ഉജൂബായ കോലെന്താണ്, സുന്നത്തായ രൂപങ്ങൾ ഏതൊക്കെയാണ്, ഇതെല്ലാം രതിക്ക് അറിയുന്ന ആളുകളാണ് മയ്യത്ത് ഖബറടക്കം നടത്തേണ്ടത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടും പറയുന്നു, ഇനി നമ്മൾ അങ്ങനെ നമുക്ക് മയ്യത്തൊരു ഖബറിലേക്ക് അടക്കാൻ നല്ല പരിചയം വേണം. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞ ഒരു വിഷയമാണ്. കൊയ്യമ്മുക്കയുടെ കയ്യിൽ നിന്ന് മയ്യത്ത് ഖബറിലേക്ക് ചാടി തോർത്തുണ്ട് പൊരുത്തം വിട്ട്. പക്ഷെ തൽക്കാലം കൊയ്യമ്മുക്കരി സ്വർഗം കണ്ട് നിന്റെ വാപ്പ ഖബറിലേക്ക് ചാടിയെന്ന് ഞാൻ എന്താ കാറ്റാന്ന് ചോദിച്ച് രക്ഷപ്പെട്ടെങ്കിലും നല്ലൊരു പരിചയം വേണ്ട ഒരു വിഷയമാണ് മയ്യത്ത് ഖബറിലേക്ക് ഇറക്കുക എന്നുള്ളത്. അപ്പോ അത് നമ്മൾ പരിചയിക്കണം. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള കുയ്യം മുക്രിമാർക്കൊക്കെ വിളിച്ച് നല്ലോണം ക്ലാസ് കൊടുക്കണം. എങ്ങനെയാണ് ഒരു മയ്യത്തിനെ ഇറക്കേണ്ടത്, എങ്ങനെയാണ് ഖബറിൽ വെക്കേണ്ടത്, എങ്ങനെയാണ് ഖബർ കൊയ്ക്കേണ്ടത്, എല്ലാം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ തന്നെ അതിന് തയ്യാറാവണം. മരിച്ചത് ഭാര്യയാണെങ്കിൽ ഭർത്താവ് തന്നെ ഈ സുന്നത്തിന് ആരോഗ്യവും ആഫിയത്തും അതിനുള്ള ഒരു പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് വേണം, പ്രത്യേകം തയ്യാറാവണം. പിന്നെ അത് എപ്പോഴും പരിചയിക്കാൻ പറ്റിയ ഒരു വിഷയമല്ലല്ലോ. പെട്ടെന്ന് ഇപ്പൊ ഭാര്യ മരിക്കുമ്പോ എനിക്കാണ് ആ സുന്നത്ത്, ഖബറിലേക്ക് ഇറക്കുന്ന സുന്നത്ത് എന്റേതാണ്, പക്ഷെ എനിക്ക് ഇതുവരെ ഒരു മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി പരിചയമില്ല. പിന്നെ എന്നാലും സുന്നത്ത് ഞാൻ എടുക്കത്തേന്ന് വിചാരിച്ച് മയ്യത്തേറ്റ് കൈകാര്യം ചെയ്യുമ്പോ മയ്യത്ത് കയ്യിൽ നിന്ന് പിടുത്തം വിടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഏതായിരുന്നാലും കുയ്യം മുക്രിമാർക്ക് കൂലി കൊടുത്ത് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമല്ല ഇത്. പെണ്ണ് മയ്യത്ത് പെണ്ണാണെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവാണ് മയ്യത്ത് ഈ പെണ്ണാവുന്ന മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കേണ്ടത്. അതുകൊണ്ട് എന്റെ ധൈര്യമുള്ള മനക്കരുത്തുള്ള ഇതൊക്കെയും ചെയ്യാൻ പ്രത്യേകം താല്പര്യമുള്ള ഭാര്യയോട് സ്നേഹമുള്ള എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരന്മാരും മയ്യത്ത് ഖബറടക്കുന്ന മസ്അല വ്യക്തമായി പഠിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യൽ നിർബന്ധവും അഫ്ളലുമായ കോലം നേരെ പറഞ്ഞ് ആ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ശ്രോതാക്കള് അതിൽ വരുന്ന അബദ്ധങ്ങൾ വല്ലതുമുണ്ടോ എന്ന് കേൾക്കാൻ ആകാംക്ഷയോടുകൂടെ നമ്മുടെ റേഡിയോ ശ്രോതാക്കളൊക്കെയും കാത്തിരിക്കുകയും മയ്യത്ത് കുളിപ്പിക്കാൻ ഞങ്ങൾക്ക് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി ഞങ്ങളുടെ മഹല്ലത്തിൽ ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവരെ മറമാടുമ്പോ അതിന്റെ ഒരു അഫ്ളലായ ഉജൂബായ ഞങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റുന്ന രൂപത്തിൽ മയ്യത്ത് ഖബറടക്കാൻ ഞങ്ങൾക്ക് സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് KMI ചെയ്ത ശ്രോതാക്കളുണ്ട്. അല്ലാഹു തആല നമ്മൾ പറയുന്ന ഇൽമും കേൾക്കുന്നതും എല്ലാം ജീവിതത്തിൽ ഉപകരിക്കുന്ന രൂപത്തിലായി പറയാനും നാളെ ആഖിറത്തിൽ ഉപകാരം ചെയ്യുന്ന ഇൽമുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ ഓരോന്നും അതിന്റെ ഇടയിലുള്ള തെറ്റായ ധാരണകളിലേക്കൊക്കെയും ഒന്ന് കടന്നു വന്നു. ഇൻഷാ അല്ലാഹ് 11 മണിയാവുമ്പോഴേക്ക് നമ്മുടെ ക്ലാസ് മയ്യത്ത് മൂടുകല്ല് വെച്ച് അവസാനിപ്പിക്കണം എന്ന് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരും പറഞ്ഞ് ഭർത്താവിനോട് പറയാണ്, മയ്യത്ത് ഖബറടക്കേണ്ടത് നിങ്ങൾക്കാണ്, എന്റെ മയ്യത്ത് ഖബറടക്കൽ സുന്നത്ത്, അതിന് എനിക്ക് അതിന്റെ മസ്അലൊന്നും അറിയില്ലാന്ന് പറയുമ്പോ നമ്മുടെ ക്ലാസ് റൂമിൽ ഒരുപാട് സഹോദരിമാരുണ്ട് സജീവമായിട്ട്. അവരൊക്കെ അത് പഠിച്ച് അവനവന്റെ ഭർത്താക്കന്മാർക്ക് അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത്, പ്രിയപ്പെട്ട ഭർത്താവെ
അവസാനം ഖബറിലേക്ക് ഇറക്കുന്നത് നിങ്ങളുടെ കൈവന്താവണമെന്ന ആഗ്രഹം എന്റെ ജീവിതത്തിലുണ്ട്. അത് നിങ്ങൾക്ക് സുന്നത്താണ്, അത് നിങ്ങൾ ചെയ്യണം. അല്ലാഹു തആല അത്തരം സ്വാലിഹീങ്ങളായ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെയും ഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് മയ്യത്ത് സ്വാഭാവികമായും നമുക്ക് വരുന്ന ചില ഇഷ്കാലുകളൊക്കെ അങ്ങനെ തീർത്ത് ഞാൻ മുന്നോട്ട് പോവുകയാണ്. മയ്യത്തിനെ ഭൂമിയിൽ ഖബറുണ്ടാക്കി മറമാതൽ നിർബന്ധമാണ്. അതിന് സൗകര്യമുള്ള സ്ഥലത്ത് വെറുതെ ഒരാൾ മയ്യത്തിനെ ഭൂമിയുടെ മുകളിൽ വെച്ച് അതിന്റെ മേലെ കൂടെ നല്ല മിഷയം കല്ലുകൊണ്ട് പതുത്ത് വാസന പുറത്തേക്ക് വരാത്ത രൂപത്തില് പിടുമൃഗങ്ങൾ പുറത്തേക്ക് വരാത്ത മാന്താത്ത രൂപത്തില് മയ്യത്ത് ഖബറ് കുഴിക്കാതെ മയ്യത്തിനെ ഭൂമിയുടെ മുകളിൽ വെച്ച് അതിന്റെ മേലിൽ ബന്ധാവസ്ഥയാക്കിയാൽ പോരാ. ഖബറ് കുഴിച്ച് മറമാടാൻ സൗകര്യമില്ലാതെ അത് നിർബന്ധമാകുന്നു. അതുപോലെ തന്നെ ഇനി മയ്യത്തിന് ഏതോ കുറെ ദൂരമുള്ളൊരു സ്ഥലത്താണ്. ഇനി ആ മയ്യത്ത് ദുർഗന്ധം വമിച്ചാലും ആർക്കും അത് സ്മെല്ലടിക്കുകയില്ല, അല്ലെങ്കിൽ പിടിമൃഗങ്ങൾ പിടികൂടുകയില്ല, മാന്തുകയില്ല എന്ന് ഉറപ്പുള്ളിടത്താണെങ്കിലും മയ്യത്ത് ഖബറടക്കുമ്പോ സാധാരണഗതിയിൽ പിടിമൃഗങ്ങൾ പിടിക്കാതെ മാന്താത്ത രൂപത്തിലും ദുർഗന്ധ അത് തകയ്യുറായാൽ മയ്യത്തിന് പകർച്ചയായാൽ ദുർഗന്ധം പുറത്തേക്ക് വരാത്ത രൂപത്തിലുള്ള കുഴിയാവല് നിർബന്ധമാണ്. അതുപോലെ തന്നെ പലവരും ചോദിച്ചൊരു ചോദ്യമാണ്, ഉസ്താദെ ഞങ്ങളുടെയൊക്കെ മഹല്ലത്തില് പല വയസ്സന്മാരും ഖബറ് മുൻകൂട്ടി കുഴിച്ച് പള്ളിത്തൊടുവിൽ കുഴിച്ചിടുന്നത് കാണാം. അങ്ങനെ പ്രത്യേകമായ സുന്നത്തുണ്ടോ? പണ്ഡിതന്മാർ പറയുന്നു, കഫൻ തുണി പ്രത്യേകം ശരിയാക്കി വെക്കൽ സുന്നത്തില്ല. സ്വാലിഹീങ്ങളുടെ ബറക്കത്തുള്ള കഫൻ തുണി, അതുപോലെ തന്നെ മരിച്ചാൽ ഹറാമ് കലർന്ന മുതൽ കൊണ്ടായിരിക്കും എന്റെ കഫൻ തുണി, എനിക്ക് ഹലാലായ മുതലുള്ള കഫൻ തുണി ആവണം. അങ്ങനെ അവസരത്തിൽ മുൻകൂട്ടി ആവാം. എന്നാൽ ഖബറ് മുൻകൂട്ടി കുഴിച്ചിടൽ സുന്നത്താണ്, സാധിക്കുന്നവർക്കൊക്കെ ചെയ്യാം. കഫൻ തുണി അങ്ങനെ തയ്യാറാക്കി വെക്കൽ സുന്നത്തില്ല. ഹറാമായിരിക്കും എന്റെ മരണശേഷം എന്റെ കഫൻ തുണി മക്കൾ വാങ്ങുന്ന പൈസ, അങ്ങനത്തെ കോലത്തില്, അല്ലെങ്കിൽ ഒരു കാര്യപ്പെട്ട മഹാൻ ഉപയോഗിച്ച ഒരു വസ്ത്രം നമുക്ക് കഫൻ ചെയ്യാൻ കിട്ടി, ഇങ്ങനത്തെ കോലത്തിലൊക്കെയും കഫൻ തുണി ശരിയാക്കി വെക്കാം. നേരെ മറിച്ച് ഖബറ് മുൻകൂട്ടി കുഴിച്ചു വെക്കൽ സുന്നത്താണ്. പക്ഷേ അവരൊരു പ്രത്യേകമായി ശ്രദ്ധിക്കണം, എല്ലാവരെയും ഖബറടക്കാൻ പ്രത്യേകം അധികാരമുള്ള പള്ളിപ്പറമ്പ് പോലോത്തതിൽ ഖബറ് കുഴിച്ചു. പക്ഷേ മറ്റൊരാൾ മരിച്ചപ്പോ ആ ഖബറിൽ ഇവന് വേണ്ടി കുഴിച്ച ഖബറിൽ മറ്റൊരാളെ ഖബറടക്കിന്ന് വെക്കുക എങ്കിൽ പൊതു സ്ഥലത്താണെങ്കിൽ അത് എനിക്കുള്ള ഖബറാണ്, അയിമ തൊടാൻ പാടില്ല എന്ന അധികാരം പറയാൻ അവകാശമില്ല. അവനവന്റെ സ്വന്തം സ്ഥലങ്ങളിൽ ഖബറ് കുഴിക്കുകയും അവന് വേണ്ടി കുഴിച്ചു വെക്കുകയും എങ്കിൽ അവന്റെ സമ്മതമില്ലാതെ ആ ഖബറിൽ മറ്റൊരു മയ്യത്തിനെ ഖബറടക്കാൻ പാടുള്ളതല്ല. അപ്പൊ ഖബറ് അവനവനാന് വേണ്ടിയുള്ള ഖബറ് മുൻകൂട്ടി തയ്യാറാക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല എന്നല്ല, അത് സുന്നത്താണെന്ന് ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെയും കാണാം. അതുപോലെ തന്നെ ഖബറ് കുഴിക്കുമ്പോ നമ്മൾ മിഞ്ഞാൻ ഉണർത്തിയിട്ടുണ്ട്, ലഹദ് ഷക്ക് അഥവാ ലഹദ് നാന നേരെ ഖബർ താഴ്ത്തുക, എന്നിട്ട് ഖബറിന്റെ ഒരു ഭാഗത്തേക്ക് തുരക്കുക. അത് ഖിബിലയുടെ ഭാഗത്തേക്ക് ഒരു മയ്യത്തിനെ അങ്ങോട്ട് ഉൾഭാഗത്തേക്ക് കയറ്റി വെക്കാൻ വിശാലമാവുന്ന രൂപത്തിൽ ഖബറിന്റെ താഴ്ഭാഗത്തായി ഒരു സൈഡിലായി തുരക്കുക. അത് ഖിബിലയുടെ ഭാഗത്തേക്ക് തുരന്ന് ആ ഭാഗത്തേക്ക് മയ്യത്തിനെ ഉള്ളിലേക്ക് കയറ്റി വെച്ചും കൊണ്ടുള്ള ലഹദ് എന്ന് പറയുന്ന നമ്മുടെ മക്ക മദീന പോലത്തെ സ്ഥലങ്ങളിലൊക്കെയും നടന്നു വരുന്ന രൂപം, അതാണ് ഏറ്റവും അഫ്ളല്. പക്ഷേ ഭൂമി നല്ല ഉറപ്പുള്ള ഭൂമിയാകുമ്പോലെ അത് നടക്കുകയുള്ളൂ. നേരെ മറിച്ച് ഉറപ്പില്ലാത്ത ഭൂമിയാണെങ്കിൽ ഖബറിന്റെ അടിഭാഗം തുറന്നു കഴിഞ്ഞാൽ ചിലപ്പം ഖബർ ഇടിയാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും പറ്റുകയില്ല. അതുപോലെ തന്നെ വെള്ളം ഖബർ കുഴിക്കുമ്പോൾ നല്ല വർഷക്കാലത്ത് ഇപ്പൊ നമ്മൾ ഈ പുത്തമ്പള്ളി, മാറഞ്ചേരി, പൊന്നാനി പോലത്തെ കടപ്പുറം ഏരിയകളിൽ നല്ല മഴയുള്ള സമയത്ത് മഴ പെയ്യുമ്പോൾ ഖബറിൽ നിന്ന് എത്ര വെള്ളം മുക്കി ഒഴിവാക്കിയാലും മയ്യത്ത് വെള്ളം അങ്ങനെ ഉറവ് പൊട്ടിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ വെള്ളം തടുക്കാൻ പറ്റിയ രൂപത്തിൽ ഖബർ പതുക്കുകയോ ഖബറിന്റെ ഉൾഭാഗം പതുക്കുകയോ അല്ലെങ്കിൽ പറ്റി പോലത്തെ വിഷയങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് വിരോധവും ഇല്ല. ഇനി അതുപോലെ തന്നെ ഖബർ വിശാലമാക്കൽ സുന്നത്താണ്. മിഞ്ഞാനുള്ള ശ്രോതാക്കളിൽ ആരെങ്കിലും പുതുതായവരുണ്ടെങ്കിൽ
പല നാടുകളിലും വന്ന് ഉണർത്തിയതുപോലെ മയ്യത്തിന് എഴുന്നേറ്റിരിക്കാൻ വേണ്ടി തായ്ക്കബറ് കീക്കബല് ആയം വേണമെന്ന അന്ധവിശ്വാസത്തിൽ നിന്ന് എല്ലാവരും മാറണം. മേക്കബറാണ് ഏറ്റവും ആയം വേണ്ടത് കീക്കബറിനേക്കാൾ. എന്നാലേ മയ്യത്തിനെ കബറടക്കുമ്പോൾ കുമ്പിട്ട് നിന്ന് വേണ്ടതുപോലെ കൈകാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. നേരെ മറിച്ച് കീക്കബറ് അല്ലെങ്കിൽ തായ്ക്കബറ് ആയം കൂടിയാൽ മയ്യത്തിനെ കബറിന്റെ ഉള്ളിൽ വെച്ച് കൈകാര്യം ചെയ്യാൻ പ്രയാസമാകും. അതുകൊണ്ട് മയ്യത്തിന് എഴുന്നേറ്റിരിക്കുമ്പോൾ തലമുത്താതിരിക്കണം. അതിന് കീക്കബറ് ആയം വേണം എന്ന ചില നാടുകളിലുള്ള തെറ്റായ ധാരണകളിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണമെന്നും സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഖബറിന്റെ ആയം നമ്മൾ പറഞ്ഞു, ഒരാളും അത് കമ്മിയാക്കരുത്. എല്ലാവരും അവനവന്റെ മഹല്ലത്തിലുള്ള കുയ്യം മുക്രിമാരോട് പറയണം, 4.5 മുഴം അഥവാ സാധാരണ നീളം ഉള്ള വലിയ നീളം കൂടിയ ആളുമല്ല, നന്ന ചെറിയ ആളുമല്ല, സാധാരണ ഒരു ഒറ്റ നീളമുള്ള ഒരാൾ എഴുന്നേറ്റ് നിന്നാൽ അലിയു ഷിബ്ര മല്ലസി പോലത്തെ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നു, കൈ ഉയർത്തുമ്പോ വിരലുകൾ ചുരുട്ടിപ്പിടിക്കാതെ വിരലുകൾ നിവർത്തിപ്പിടിച്ച് ഒരാൾ ഖബറിൽ ഇറങ്ങി നിന്ന് വിരലുകൾ ചുരുട്ടിപ്പിടിക്കാതെ കൈ ഉയർത്തിയാൽ എത്ര ആയമാണോ ആ ഖബറിനുണ്ടാവുക അത്ര ആയം ഖബറിന് സുന്നത്താണ്. അത് ഏകദേശം 4.5 മുഴമാണ് അതിന്റെ ആയം വരിക. അതുപോലെ തന്നെ മയ്യത്തിനെ ഖബറിൽ കിടത്താൻ വിശാലമായ രൂപത്തിൽ അല്പം വിശാലമാക്കലും വീതിയാക്കലും സുന്നത്താണ്. അവിടെ പ്രത്യേകം മയ്യത്തിൻ്റെതായ ഖബറിന്റെ കാലിന്റെ ഭാഗത്തും തലയുടെ ഭാഗത്തും അല്പം വിശാലത അധികമാക്കല് ശക്തിമത്തായ സുന്നത്താണെന്ന് ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നു. എന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളും, സ്ത്രീകൾക്കത് സാധ്യമല്ല, നിങ്ങളുടെ മഹല്ലത്തിലുള്ള എല്ലാ ഖബറിലൊന്നും എത്തിവെക്കൊണ്ടു എല്ലാം ഒരേ വീതിയായിരിക്കും അല്ലേ? ഖബറ് കണ്ടൊരുപാട് ആൾക്കാരില്ല ഇതില്. ഖബറ് മൂടുന്നതിന് മുമ്പ് ഖബറിന്റെ ഉൾഭാഗം കണ്ട ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാകും. യഥാർത്ഥത്തിൽ ഖബറ് എല്ലാം ഒരേ വീതിയല്ല. പിന്നെ എങ്ങനെയാണ്? കാലിന്റെ ഭാഗവും തലയുടെ ഭാഗവും അല്പം വീതി അധികമാവണം. നമ്മളെ വയറിന്റെ ഭാഗം അഥവാ മധ്യഭാഗം അല്പം വീതി ചുരുങ്ങിയിട്ടും. അത് ഇൻഷാ അല്ലാഹ് മയ്യത്ത് ഖബറിൽ വെക്കുന്ന രൂപം പറയുമ്പോൾ അതങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. പക്ഷേ നമ്മുടെ മഹല്ലത്തിലൊന്നും അങ്ങനെ ഇല്ല. പക്ഷെ സാധിക്കുന്ന വലിയ അഫ്ളലായ രൂപത്തിലേക്ക് തന്നെ ഖബറുകളെ എത്തിക്കാൻ ശ്രമിക്കുക എന്നേ അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുകയുള്ളൂ. ആ വിഷയം പിന്നെ നമ്മൾ വളരെയധികം നമ്മുടെ മഹല്ലത്തുകളിൽ നിന്നൊക്കെയും ഒഴിവാക്കപ്പെടേണ്ട ഒരു ആചാരമാണ് മയ്യത്ത് ഖബറടക്കുമ്പോ എല്ലാവരും മയ്യത്തിന്റെ ആ ഖബറിന്റെ ചുറ്റുഭാഗത്തിൽ ഒരുമിച്ചുകൂടി എല്ലാവരും ഖബറിലേക്ക് എത്തി നോക്കുന്ന ഒരു സാഹചര്യം. എന്നിട്ട് എല്ലാവരെയും മൂടുന്ന രൂപത്തിൽ വലിയ ഒരു പായ അല്ലെങ്കിൽ ശീല പുരിച്ചിട്ടുണ്ടാവും. എന്റെ എല്ലാ മുഅ്മിനീങ്ങളെയും ഞാൻ ബോധ്യപ്പെടുത്തുന്നു, അവരെ ഖബറിന്റെ ഭാഗത്ത് ഒരുമിച്ച് കൂടിയവരെ മൂടൽ അല്ല സുന്നത്ത്, മറക്കൽ അല്ല സുന്നത്ത്, ഖബറിനെ മറക്കലാണ് സുന്നത്ത്. അതുകൊണ്ട് നമ്മളൊക്കെയും ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താ? മയ്യത്ത് ഖബറടക്കുമ്പോ നമ്മൾ ഖബറിന്റെ ചുറ്റുഭാഗത്ത് വേണം. പക്ഷെ നമ്മൾ ഖബറിന്റെ വക്കത്ത് പോയി നിന്ന് എല്ലാവരും ഖബറിലേക്ക് എത്തി നോക്കുക. എന്നിട്ട് മയ്യത്തിനെ ഖബറിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാന് മാറി നിൽക്കും ഒന്നങ്ങോട്ട് ഒഴിഞ്ഞു നിൽക്കും. ആ വക്കുമ്പ ചവിട്ടലിനൊക്കെ ഇങ്ങനെ കൊയ്യം മുക്കിരിമാര് വിളിച്ചു പറയുന്നത് കേൾക്കാം. അങ്ങനത്തെ ഒരവസ്ഥ ഇനി മുതൽ ഉണ്ടാവരുത്. നമ്മളെല്ലാവരും മാറി നിന്ന് മയ്യത്ത് ഖബറിലേക്ക് ഇറക്കുന്നവരുടെ എണ്ണം 3 എണ്ണമാവൽ സുന്നത്ത, 3 ആലാവൽ സുന്നത്ത. എല്ലാവരും ശ്രദ്ധിക്കണം. 3 അവിടെ തന്നെ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നു, ഒരാളെ കൊണ്ട് സാധിക്കുമെങ്കിലും 3 ആലാവൽ സുന്നത്ത. ഒരാൾക്ക് ഒറ്റക്കൊരു മയ്യത്തിനെ എടുത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ച് മറമാടാൻ സാധിക്കുമെങ്കിലും 3 ആളുണ്ടാവല് സുന്നത്താണ്. ഇനി 3-നേക്കാൾ അധികം ആള് വേണം, 4 ആള് വേണ്ടി വന്നു നിൽക്കുക. ചില മയ്യത്തിന് കനം കൂടുമ്പോ നീളം കൂടുമ്പോ അതിനനുസരിച്ച് ആളെ കൂട്ടേണ്ടി വരും. അപ്പൊ 5 ആളാക്കുക. അല്ല 5 ആള് പോലെ 6 ആള് വേണം, അപ്പൊ 7 ആളാക്കുക. അങ്ങനെ ഒറ്റയാക്കി കൊണ്ടുപോവൽ സുന്നത്ത. അല്ലാതെ എല്ലാവരും ഖബറിന്റെ ഭാഗത്തിങ്ങട്ട് തിങ്ങിക്കൂടി എല്ലാവരും അങ്ങട്ട് താങ്ങിപ്പൊതിച്ച് നമ്മളെ ചില മഹല്ലത്തിലേക്കല്ല ഒരു ധാരണ. എന്താ ധാരണ? മയ്യത്തുമ്മ എല്ലാവരും തൊടണം, എല്ലാവരും വഹിക്കണം.
എന്നൊക്കെ ഒരു ധാരണ. പക്ഷേ മയ്യത്ത് ഖബറടക്കുമ്പോ ആ മയ്യത്ത് വ്യക്തിക്ക്, ആ മരിച്ച വ്യക്തിക്ക് ഇമാമത്ത് നിൽക്കാൻ ഏറ്റവും അർഹതപ്പെട്ട പുരുഷന്മാരായ അവരിൽ നിന്ന് 3 ആള്, അല്ലെങ്കിൽ 5 ആള്, അല്ലെങ്കിൽ 7 ആള്, അല്ലെങ്കിൽ 9 ആള്. അതാളെ ആവശ്യത്തിനനുസരിച്ച് എണ്ണം കൂട്ടുക. അത് ഒറ്റയാക്കാനും നോക്കുക. അത് ഭർത്താവാണ്, അല്ല ഭാര്യയാണ്, ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവാണ് നേതൃത്വം നൽകേണ്ടത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മാറി നിന്ന് ആ ഖബറിൽ നിൽക്കുന്ന ആൾക്ക് നിൽക്കാൻ പറ്റാവുന്ന രൂപത്തില് നമ്മുടെ ഈ മറ, ആ തുണി അല്ലെങ്കിൽ ദാർപ്പായ എന്താണെങ്കിൽ അത് അല്പം ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് അതിന്റെ 4 മൂലയിലും ഓരോരുത്തർ പിടിച്ച്, 4 മൂലൊക്കെ പിടിച്ചോന്നൊന്നുമില്ല, എന്റെ 4 മൂല ഉണ്ടാവുമല്ലോ. ചിലപ്പം ഒരാൾക്ക് 2 മൂല പിടിക്കാൻ സാധിച്ചില്ല എന്ന് വരും, വീതി കൂടിയ കാരണം. അപ്പൊ 4 മൂലയിൽ ഓരോരുത്തരും പിടിച്ച് അവരുടെ മുഖത്തിന്റെ താഴ്ഭാഗത്തേക്കായി ആ പായ പിടിക്കണം. കേൾക്കണില്ലേ? അവരുടെ ഈ പായയുടെ 4 ഭാഗത്ത് പിടിക്കുന്നവർ അവരുടെ തലയും മുഖത്തിന്റെ താഴ്ഭാഗത്തേക്കായി പിടിക്കുക. അപ്പൊ അവരും എന്താവൂല, ഈ ഖബറ് കാണൂല. എന്നിട്ട് എന്താക്കുക, ആ മയ്യത്തിനെ നേരെ ഖബറിലേക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി ആ ഭാഗം അല്പം ഒന്ന് പൊന്തിച്ചു കൊടുക്കുക. ആ നിലക്ക് ഖബറിനെ മറക്കല്, മയ്യത്ത് മറമാടുമ്പോൾ, ഖബറടക്കം നടക്കുമ്പോൾ മറ്റുള്ളവരൊന്നും ഈ ഖബറ് കാണാത്ത രൂപത്തില് ഈ ഖബറിനെ മറക്കൽ സുന്നത്താണ്. പക്ഷെ ഇന്ന് നമ്മുടെ നാടുകളിൽ നടന്നു വരുന്നത് ഖബറിനെ മറക്കുകയല്ല ചെയ്യുന്നത്. ആരൊക്കെയാണോ ഖബറടക്കാൻ ചുറ്റുഭാഗത്തുള്ളവര് അവരെ ആകെ മറക്കുന്ന രൂപത്തിലാണ് പായ പുരിക്കുന്നത്, അല്ലെങ്കിൽ ശീല പുരിക്കുന്നത്, അല്ലെങ്കിൽ മേലാപ്പ് പുരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ സുന്നത്ത് ഖബറ് മറക്കലാണ് സുന്നത്ത് എന്ന് ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു. അതും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്തത് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? മയ്യത്ത് ഖബറടക്കാൻ വേണ്ടി ഖബറിന്റെ ഭാഗത്തേക്ക് എത്തിയാൽ അത് സാധിക്കും. ഞാൻ മിഞ്ഞാൻ ഉണർത്തിയതുപോലെ ചിലപ്പം ചുറ്റുഭാഗത്തേക്ക് മീസാൻ കല്ലുള്ള ഖബറുണ്ടെങ്കിൽ മയ്യത്ത് കത്തിൽ ഈ പറയുന്ന രൂപത്തിൽ വെക്കാൻ സാധിച്ചോണമെന്നില്ല. സാധിക്കുമെങ്കിൽ മയ്യത്ത് കത്തിലായി മയ്യത്തിനെ ഖബറിൽ മയ്യത്തിന്റെ കാല് വരുന്ന ഭാഗത്ത് വെക്കുക. അപ്പൊ നമ്മുടെ ഇന്ന് കേരളത്തിലെ അവസ്ഥ പരിഗണിച്ചു പറഞ്ഞാൽ ഖബറിന്റെ തെക്കേ ഭാഗത്തായി മയ്യത്തു കത്തിലായി മയ്യത്തിന് വെച്ച് കാലിന്റെ ഭാഗത്തിലൂടെ നേരെ വടക്കോത്തായി മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കുക. ഇങ്ങനെയാണ് മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കേണ്ട രൂപം. അങ്ങനെ മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ മയ്യത്തിന് നമ്മൾ കഫൻ തുണി കത്തയിക്കാണ്ടാണ് അയ്യാതെ ഇരിക്കാൻ വേണ്ടി കെട്ടിട്ടിട്ടുണ്ടാവും. തലയുടെ ഭാഗത്തൊരു കെട്ട്, അയമായിക്കണ കാലിന്റെ ഭാഗത്തേക്കുള്ള കെട്ടുകളൊക്കെയും അഴിക്കുക. അതുപോലെ തന്നെ അന്ന് പറഞ്ഞവർ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ സ്ത്രീകളെ കഫൻ ചെയ്യുമ്പോ കഫൻ തുണി ചുറ്റിക്കഴിഞ്ഞതിനു ശേഷം മാർബിടത്തിലുള്ള മുല വലുതായ അധികമുള്ള സ്ത്രീകളാണെങ്കിൽ ആ മയ്യത്തിന്റെ നെഞ്ച് ഭാഗം പൂർണ്ണമായും മറയുന്ന രൂപത്തിലുള്ള ഒരു ശീലക്കഷ്ണം കൊണ്ട് ആ മാർബിടം ഒതുങ്ങി നിൽക്കാൻ വേണ്ടി ഒരു കെട്ടൽ സുന്നത്താണ് എന്ന് പറഞ്ഞു. ആ കെട്ടും എവിടെ എത്തിയാൽ കത്തഴിക്കണം? ഖബറിൽ വെച്ച് കത്തഴിക്കണം. ശ്രദ്ധിക്കണം, എന്റെ പുരുഷന്മാര് നല്ലോണം ശ്രദ്ധിക്കണം. ഈ കത്തഴിക്കുന്നത് അന്യ പുരുഷൻ കത്തഴിക്കുന്നതിനേക്കാൾ മഹല്ലത്തിലുള്ള കുയ്യമ്മുക്കിന് നിങ്ങളുടെ ഭാര്യയുടെ മാറുവിധത്തിലുള്ള കെട്ടഴിക്കലാണോ ഏറ്റവും നല്ലത്? അതല്ല എന്റെ വിവാഹിതരായ പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യയുടെ മാറുവിധത്തിലുള്ള ആ കെട്ട് നിങ്ങളുടെ കൈകൊണ്ട് കെട്ടഴിക്കലാണ് നല്ലത്. അതുകൊണ്ടാണ് ഫുഖഹാക്കൾ എന്ത് പറഞ്ഞത്? മയ്യത്ത് ഖബറിലേക്ക് ഇറക്കുമ്പോൾ അവിടെ ഏറ്റവും ബന്ധമായത് ഭാര്യ ഭർത്താവുള്ള പെണ്ണാണെങ്കിൽ അത് ഭർത്താവിനാണ് അവിടെ മുൻഗണന. കാരണം ഇവരെ മാർബിടത്തിലുള്ള കെട്ട് അയച്ചു കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ കഫൻ തുണി നീക്കി വലത്തെ കവിൽത്തലം മണ്ണിനോട് ചേർത്തി വെക്കേണ്ടി വരും. ഇതൊക്കെയും ഏറ്റവും കൈകാര്യം ചെയ്യാൻ നല്ലത് ഒരു പെണ്ണാകുമ്പോൾ അത് ഭർത്താവുമുണ്ടെങ്കിൽ ആരാവണം? അവരാ നല്ലത്, അല്ലെ? ഇനി നമ്മൾ കൊയ്യം മുക്കരിമാര് ഭർത്താവില്ലാത്ത പെണ്ണാണ്. ഈ പെണ്ണിന്റെ ആങ്ങളാര്, ഈ പെണ്ണിന്റെ ഉപ്പ, ഈ പെണ്ണിന്റെ ആൺമക്കള്, അവരായിരിക്കട്ടെ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്.
പക്ഷെ ഇന്ന് നമ്മൾ കൊയ്യം മുക്രിമാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് കൂലി കൊടുത്തത് ചെയ്യിപ്പിക്കാണ്. ചെയ്യാൻ അറിയുന്ന എത്രയോ ആളുകൾ തന്നെ മാറി നിൽക്കുക. ഈ അന്യ പുരുഷനെ കൊണ്ട് കഴിവിന്റെ പരമാവധി ഈ മയ്യത്തുമ തൊടാതിരിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കൊയ്യം മുക്രിമാർക്ക് അവർക്ക് അതിനൊരു പ്രത്യേകമായ ശമ്പളം ഉണ്ടാവും, ഒരു കൂലി ഉണ്ടാവും. അതവർക്ക് അത് കൊടുത്തേക്ക്, അതവർക്ക് കൊടുത്തേക്കാം. അവർ കബറ് കൊയ്ക്കാൻ പറയാം, കബറൊക്കെ നിങ്ങൾ കൊയ്ച്ചോളി. ഇന്റെ ഭാര്യന്റെ മയ്യത്ത് അത് കബറിലേക്ക് ഇറക്കി വെച്ച ആ കെട്ടഴിക്കലും ആ കഫൻ തുണി കവിൽ തടത്തിൽ നിന്ന് നീക്കലും അതുപോലെ തന്നെ മാറുപിടത്തിലുള്ള കെട്ട് ഒഴിവാക്കലും അതൊക്കെ ഞാൻ ചെയ്തോണ്ട് എന്ന് പറയാൻ, എന്ന് നമുക്ക് ചെയ്യാൻ അള്ളാഹു താല മനക്കെടുത്തും ഇൽമും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി ഞാൻ പ്രത്യേകമായി എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാരാവുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. അപ്പൊ മാർബിടത്തിലെ കെട്ട് കഴിക്കുമ്പോ സ്വാഭാവികമായും ഒരു മരിച്ച സ്ത്രീയുടെ ആ മാർബിടത്തിൽ ഒരു അന്യ പുരുഷന്റെ കൈ തട്ടുമ്പോൾ അവന്റെ മനസ്സിൽ എന്തെങ്കിലും ചിന്ത വന്നേക്കാം. നമ്മളാരും അത്ര നല്ലവരല്ലല്ലോ, മനുഷ്യന്മാരുടെ അവസ്ഥ അതല്ലേ. അപ്പൊ നമ്മുടെ കൈ ഒരു ഭാര്യന്റെ മാർബിടത്തിൽ ഖബറിൽ വെച്ച് ഭർത്താവിന്റെ കൈ തട്ടിയാൽ, ഗൾഫിലെ ചില പള്ളിയിൽ മയ്യത്ത് നിസ്കരിച്ച ശേഷം മയ്യത്ത് ആൾക്കാർ മാറി കൊണ്ടുപോകുന്ന പിന്നെ പറയാം നമ്മളിപ്പോ അഫ്ളലായ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഏതായിരുന്നാലും ആ കാര്യങ്ങളൊക്കെയും എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാരാവുന്ന ശ്രോതാക്കൾ ശ്രദ്ധിക്കുക. അങ്ങനെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചാൽ അതിന്റെ ഏറ്റവും അഫ്ളലായ രൂപന്താ, മയ്യത്തിൻ്റെതായ 2 ഉള്ളൻകാല് എങ്ങോട്ട് വെക്കുക? പടിഞ്ഞാറ് ഭാഗത്തുള്ള ചുമരിലേക്ക് ചാരി വെക്കുക. ഇന്ന് നമുക്കറിയാം, നമ്മുടെ കേരളത്തിലൊക്കെയും മയ്യത്ത് ഖബറടക്കുമ്പോ 2 ഉള്ളൻകാലും തെക്കോട്ടാ വരുന്നത് അല്ലേ? എല്ലാവരും ഇത് ശ്രദ്ധിക്കണില്ലേ? വെറുതെ ഇങ്ങനെ ഇന്ന് കേൾക്കുന്നുള്ളൂ. ഇതൊരു നമ്മള് പ്രാക്ടിക്കലായി കാണിച്ചു തരേണ്ട ഒരു ക്ലാസ്സാണ്. പക്ഷെ നമ്മളിങ്ങനെ ഓൺലൈനിലാവുമ്പോഴൊക്കെയും എടുത്താലും നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്ക് കാണാൻ സാധിക്കില്ലല്ലോ. അപ്പൊ അവർക്ക് കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അല്പം വിശദീകരണം. അപ്പൊ ഇന്ന് നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്താ? കേരളത്തിലെ അവസ്ഥ നിങ്ങൾ നോക്കുമ്പോൾ ഒരു മയ്യത്ത് ഖബറിലേക്ക് വെച്ചാൽ 2 ഉള്ളൻകാലും മയ്യത്തിന്റെ 2 ഉള്ളൻകാലും തെക്കേ ഭാഗത്തേക്കായിരിക്കും, അല്ലെങ്കിൽ തെക്കേ ഭാഗത്തുള്ള ചുമരിനോട് ചാരിയിരിക്കും. അഥവാ മയ്യത്ത് അല്പം ഖബറ് നീളം കൂടിയിട്ടുണ്ടെങ്കിൽ ആ 2 ഉള്ളൻകാലും പോകുന്നത് തെക്കോത്താണ്. തെക്കോത്തായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലട്ടോ. നമുക്കിവിടെ നിർബന്ധം മുഖവും നെഞ്ചും കിബിലയിലേക്കാവല. ഞാൻ പറയുന്നത് അഫ്ളലായ രൂപമാണ്. ഈ 2 ഉള്ളൻകാലും പടിഞ്ഞാറ് ചുമരിനോട് ചേർത്തി വെക്കുക. എന്നിട്ടോ മയ്യത്തിന്റെ മുഖവും ചുമരിലേക്ക് ചേർത്തി വെക്കുക. ഏത് ചുമരിലേക്ക്? ഖബറിന്റെ പടിഞ്ഞാറ് ചുമരിനോട്, മതിലിന്റെ ഭാഗത്തോട്. മതില് ചുമര് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്ത്രീകൾ വിചാരിക്കും ഖബറ് കാണാത്ത ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും, റബ്ബെ ഖബറിലുണ്ടോ മതിലിന്. ആ മതില് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഖബറിന്റെ 2 ഭാഗം, പടിഞ്ഞാറ് ഭാഗം കിഴക്കു ഭാഗം എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ ട്ടോ. അപ്പൊ അതിന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ആ ഖബറിന്റെ പടിഞ്ഞാറ് ഭാഗത്തിനോട് 2 ഉള്ളൻകാല് ചേർത്തി വെക്കുക. മുഖവും പടിഞ്ഞാറ് ഭാഗത്തെ ചുമരിനോട് ചേർത്തി വെക്കുക. അപ്പൊ എന്ത് ചെയ്തു? കാലിന്റെ ഭാഗം അല്പങ്ങട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വളഞ്ഞു, തലയുടെ ഭാഗവും അല്പം പടിഞ്ഞാറ് ഭാഗത്തേക്ക് വളഞ്ഞു. അപ്പൊ ഊരയുടെ ഭാഗം എന്തായിരിക്കും? പടിഞ്ഞാറ് ചുമരിനോട് ഒഴിവായി അല്പം കിഴക്കോട്ട് തല്ലി നിൽക്കും. അതാണ് തൊയ്ഫ പോലത്തെ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ പറഞ്ഞത്, ഹത്താ യകൂന ഖരീബൻ മിൻ ഹൈഅത്തി റാഖി. ഒരു മയ്യത്തിനെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് കീപ്പോട്ട് നോക്കിയാൽ ഒരു ചെറിയ രൂപത്തിൽ റുക്കൂ ചെയ്യുന്നവനെ പോലെയായിരിക്കും മയ്യത്ത് ഖബറിൽ കിടക്കുന്നത്. ഇതാണ് അഫ്ളലായ രൂപം. ഇങ്ങനെ കിടത്തണമെങ്കിൽ അതിനനുസരിച്ച് ഖബറ് കുഴിക്കണം. ഇന്ന് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ഖബറിൽ മയ്യത്തിനെ അങ്ങനെ കിടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഹറാമാണ് നമ്മൾ പറയുന്നില്ല. ഈ 2 ഉള്ളൻകാല് പടിഞ്ഞാറ് ചുമരിലേക്ക് ചേർക്കലും മുഖം പടിഞ്ഞാറ് ചുമരിനോട് ചേർത്തി വെക്കലൊക്കെ സുന്നത്തേ ഉള്ളൂ. ഇവിടെ നിർബന്ധം എന്താണ്? മുഖവും നെഞ്ചും കിബിലയിലേക്കാവുന്ന രൂപത്തിൽ മയ്യത്തിനെ ചരിച്ചു കിടത്തണം. ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള ഖബറ് ഒരേ വീതിയ, നീളത്തിൽ ഒരേ വീതിയിലാകുന്നു. കാരണം കാലിന്റെ ഭാഗവും മധ്യഭാഗവും
അതേ രൂപത്തിൽ തന്നെ തലയുടെ ഭാഗവും എല്ലാം ഒരേ വീതിയ. ഇങ്ങനെയാകുമ്പോ പടിഞ്ഞാറ ചുമലിലേക്ക് കാലും പടിഞ്ഞാറ ചുമലിലേക്ക് മുഖവും ചേർത്തി വെക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് മഹാന്മാരാവുന്ന ഫുഖഹാക്കൾ പറഞ്ഞത്, ഖബർ വിശാലമാക്കുമ്പോൾ കാലിന്റെ ഭാഗത്തും തലയുടെ ഭാഗത്തും അല്പം വിശാലത അധികമാക്കൽ ശക്തിമത്തായ സുന്നത്താണ്. കാരണം ഈ തല ഇങ്ങോട്ട് ചേർത്തി വെക്കാനും കാലിന്റെ ഉള്ളൻ കാല് ചേർത്തി വെക്കാനും സൗകര്യം കിട്ടണമെങ്കിൽ അങ്ങനെയാവണം. അപ്പോ ഏകദേശം നമ്മളെ അമ്പ് വളഞ്ഞ മാതിരി, അമ്പും വില്ലും കണ്ടവരുണ്ടാവുമല്ലോ, ഈ അമ്പ് പോലെ വളഞ്ഞ മാതിരി ഒരു ചെറിയ വളവായിട്ടാണ് യഥാർത്ഥത്തിൽ മയ്യത്ത് ഖബറിൽ വരിക. അത് ആ അഫ്ളലായ രൂപത്തിലേക്ക് നമ്മുടെ മഹല്ലത്തിലൊക്കെയും എത്തിക്കാൻ സാധിക്കുമെങ്കിൽ നടക്കുക. സാധിക്കുമെന്ന അഭിപ്രായം എനിക്കില്ല. കാരണം ചിലപ്പോ മഹല്ല് കമ്മിറ്റി പറയുന്ന അതിനാ മാത്രം സ്ഥലം വേണം, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇപ്പൊ ഞങ്ങളെ കൊണ്ട് കുഴിക്കാനാവൂല, പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. അതൊക്കെ അഫ്ളലാണ്, സുന്നത്താണ്, എന്നാലും നമുക്ക് ഹറാമ് വരില്ല എന്ന് വരാം. അങ്ങനെ വെച്ചു. അവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ മയ്യത്തിനെ എന്ത് ചെയ്യണം? ചെരിച്ച് കിടത്തൽ നിർബന്ധാണ്. അത് വലഭാഗത്തിന്റെ മേൽ ആവല് സുന്നത്ത്, വലഭാഗത്തിന്റെ മേൽ സാധ്യമല്ലെങ്കിൽ ഇടഭാഗത്തിന്റെ മേൽ. അപ്പൊ നമ്മുടെ കേരളത്തിലെ ശിഷ്ടപ്രകാരം തെക്കോട്ട് തലവെക്കേണ്ടി വരും. യാദൃശികമായി മയ്യത്തിനെ വലഭാഗത്തിന്റെ മേലിൽ ചെരിച്ച് കിടത്താൻ വയ്യാന്ന് വെക്കുക എങ്കിൽ മയ്യത്തിനെ തെക്കോട്ട് തല വെച്ച് ഇടതുഭാഗത്തിന്റെ മേൽ ചെരിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ വല്ലോണം ശ്രദ്ധിക്കണം അവിടെ മസ്അല. അപ്പൊ നമ്മൾ ഖബർ കുഴിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു മസ്അലയുണ്ട്. ഈ മയ്യത്തിനെ വലഭാഗത്തിന്റെ മേലിലാണോ വെക്കാൻ സാധിക്കുക, ഇടഭാഗത്തിന്റെ മേലിലാണോ വെക്കാൻ സാധിക്കുക എന്ന് ആദ്യം ശ്രദ്ധിക്കണം. കാരണം ഖബറിന്റെ കിബില ശരിയാവണമെങ്കിൽ നേരെ തെക്ക് വടക്ക് കുഴിച്ചാൽ ഖബർ കിബില ശരിയാവൂലല്ലോ. ഖബറൊന്ന് അല്പം, ഇപ്പൊ വലഭാഗത്തിന്റെ മേൽ മയ്യത്തിനെ ചരിച്ചു വെക്കുമ്പോ തലയുടെ ഭാഗം അല്പം കിഴക്കോട്ട് ചെരിയണം, അപ്പലല്ലേ കിബില കിട്ടുള്ളൂ. അല്ല നമ്മൾ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കാൻ നേരത്ത് ഒരിക്കലും തന്നെ ആ മയ്യത്തിനെ വലഭാഗത്തിന്റെ മേലിൽ ചെരിച്ചു കിടത്താൻ സാധ്യമല്ല. അപ്പൊ മയ്യത്തിനെ ഇടഭാഗത്തിന്റെ മേൽ ചെരിച്ചു കിടത്തേണ്ടി വരുമ്പോ ചിലപ്പം എന്താകും, ഖബറിന്റെ കിബില ശരിയാവോ ഇല്ലേന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ ചെരിച്ചു കിടത്തൽ നിർബന്ധം. അവരെ ഫിഖിന്റെ ഗ്രന്ഥങ്ങള്, മഹാനായ ആശിയത്തുൽ ജമല് പോലത്തെ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നു, ഒരാൾ സാധാരണക്ക് വിപരീതമായി ഖബർ കുത്തി നേരെ കേക്ക് പടിഞ്ഞാറ് അല്പം ഖബർ ചരിച്ചിട്ട്, സാധാരണ നമ്മൾ മരണമാസന്നമായ രോഗിയെ, മരിച്ച വ്യക്തിയെ കിടത്തേണ്ട രൂപം പറഞ്ഞ രൂപത്തില് ഉള്ളൻ കാല് കിബിലയിലേക്കാവുന്ന രൂപത്തില് മലർത്തി കിടത്തി തല അല്പം ഉയർത്തി കിബിലയിലേക്കാക്കി അങ്ങനെ ഒരാൾ ഖബർ കുഴിച്ചു നോക്കുക. ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ പറയാണ്, സാധാരണ ഇപ്പൊ നമ്മൾ തെക്ക് വടക്കാണ് ഖബർ കുഴിക്കാറുള്ളത്. ഒരാൾ കേക്ക് പതിനാലായിട്ട് ഖബർ കുഴിച്ചിട്ട് അതിൽ മയ്യത്തിനെ മലർത്തി കിടത്തി രണ്ട് ഉള്ളൻ കാലും കിബിലയിലേക്കാക്കി മലർത്തി കിടത്തിയ മയ്യത്തിനെ ഖബറിൽ തലയുടെ അടിഭാഗത്ത് ഉയരം വെച്ച് മുഖം കിബിലയിലേക്കാക്കി മലർത്തി കിടത്തിയ ഒരു മയ്യത്തിനെ ഖബറടക്കിയാൽ പാടില്ല, ഖബർ മാന്തേണ്ടി വരും. അതുകൊണ്ട് നിർബന്ധമായും ഇവിടെ മയ്യത്തിനെ ഖബറിൽ ചെരിച്ചു കിടത്തൽ നിർബന്ധാണ്. വലഭാഗത്തിന്റെ മേൽ സാധിക്കുമെങ്കിൽ അത് സുന്നത്ത്, ഇല്ലെങ്കിൽ ഇടഭാഗം. വലഭാഗത്തിന്റെ മേൽ ചെരിച്ചു കിടത്താൻ സൗകര്യമുണ്ടായിരിക്കെ ഇടഭാഗത്തിന്റെ മേൽ ചെരിച്ചു കിടത്തൽ എന്ത് കറാഹത്തും. അതുകൊണ്ട് മുഖവും നെഞ്ചും കിബിലയിലേക്കാവുന്ന രൂപത്തില് മയ്യത്തിനെ ചെരിച്ചു കിടത്തുക. അപ്പൊ കിഴക്കേ ചുമരുമായി മതിലുമായി ഭാഗവുമായി മയ്യത്തിനു ബന്ധമുണ്ടാകുകയില്ല. സ്വാഭാവികമായും മയ്യത്തും മലരാൻ സാധ്യതയുണ്ട്. അങ്ങനെ മയ്യത്ത് ഖബറടക്കിയതിനു ശേഷം മലർന്നു പോവാതിരിക്കാൻ മയ്യത്തിന്റെ മുതുകിന്റെ ഭാഗത്തും ഖബറിന്റെ കിഴക്കേ ചുമരിന്റെ ഭാഗത്തിന്റെ ഇടയിലായി ഇഷ്ടിക എന്ന് പറഞ്ഞാൽ ചൂളക്ക് വെച്ച ഇഷ്ടികയല്ല, തീയുമായി ബന്ധപ്പെട്ടത് ഖബറിൽ തൊടിയിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ അതിന് പറ്റാവുന്ന ഒരു മണ്ണും കത്ത അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും വസ്തുക്കൾ ഇടയിൽ വെക്കുക, മയ്യത്തിങ്ങത്ത് മലരാതിരിക്കാൻ, മലർന്നു വരാതിരിക്കാൻ.
എല്ലാവരും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണ് മയ്യത്തിനെ ഖബറിൽ വെക്കേണ്ട രൂപം. അങ്ങനെ തലയുടെ ഭാഗത്ത് എന്ത് ചെയ്യുക, ഒരു തലക്കാനി മണ്ണുകൊണ്ടുള്ള ഒരു തലയണ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വേറെ പ്രത്യേകം മണ്ണിട്ട് ഉയർത്താം. പക്ഷെ ഇന്നിപ്പോ അത് പരിചയസമ്പന്നരായ മുക്രിമാര് കീക്കബറിൽ തന്നെ എന്ത് ചെയ്യും, തലയുടെ ഭാഗത്ത് അല്പം മണ്ണ് ഉയർത്തി പിന്നെ അവിടെ നിന്നൊരു സ്റ്റെപ്പ്, ഒരു ചകരം, ഒരു തലയണ മോഡലായി കുറച്ചും കൂടി ഒരു കീപ്പത്തറക്കും. എന്റെ സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കണട്ടോ. ഇന്ന് വരെ നിങ്ങളാരും ഖബറിന്റെ ഉള്ളിൽ കാണാത്ത എത്രയോ സഹോദരിമാരുണ്ടാവും. പ്രിയപ്പെട്ട സഹോദരി, നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ പോകേണ്ട, കിടക്കേണ്ട, അനുഭവിക്കേണ്ട ഒരു രംഗമാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അങ്ങനെ ഒരു തലയണ, മണ്ണുകൊണ്ടുള്ള ഒരു തലയണ, അല്ലാതെ സ്പോഞ്ചിന്റെയും കാറ്റിന്റെ ഒന്നും തലയണയല്ല, മണ്ണുകൊണ്ടുള്ള ഒരു തലയണ ഉണ്ടാക്കി തല ഉയർത്തി വെക്കുക. അപ്പോഴേ മയ്യത്ത് ഖബറടക്കാൻ, ഖബറിൽ കിടത്താൻ ഒരു സുഖം കിട്ടുകയുള്ളൂ. എന്നിട്ട് മയ്യത്തിന്റെ വലഭാഗത്തുള്ള കവിൽത്തടത്തിലുള്ള തുണി ഒഴിവാക്കി ഈ കവിൽത്തടം നേരെ കഫൻ തുണിയുടെ മറ കൂടാതെ വലത്തെ കവിൽത്തടത്തെ മണ്ണിലേക്ക് ചേർത്തി വെക്കലും പ്രത്യേകം സുന്നത്താകുന്നു. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഇവിടെ പറഞ്ഞത് പഠിത്ത കാരണം അനുഗ്രഹിക്കാൻ പല സ്ഥലങ്ങളിലും എന്നോട് തന്നെ ഒരുപാട് സഹോദരിമാർ, ഉസ്താദെ ഞങ്ങളെ വൈക്കൊക്കും പെണ്ണുങ്ങൾ കഫൻ ചെയ്യുന്നത് അങ്ങനെയാണ്. എങ്ങനെ? മയ്യത്തിനെ കഫൻ ചെയ്യുമ്പോ മലർന്നു കിടക്കുന്ന മയ്യത്തിനെ കഫൻ തുണിയിൽ മലർത്തി കിടത്തി മുഖം മാത്രം കിബിലയിലേക്ക് ചെരിച്ചു വെച്ച് കഫൻ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊരിക്കലും പാടില്ല. എന്തേ കാരണം? ഈ മയ്യത്തിനെ മുഖം മാത്രം ചെരിച്ച് കഫൻ ചെയ്താൽ ഇനി മയ്യത്തിനെ ഖബറിൽ ചെരിച്ചു കിടത്തുമ്പോൾ മുഖം നിലത്ത് കുത്തിയിട്ടാണ് മയ്യത്ത് കിടക്കേണ്ടി വരിക. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരന്മാരും, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരൊക്കെയും ആ ഒരു തെറ്റ് കഫൻ ചെയ്യുന്ന സമയത്ത് വിവരമില്ലായ്മ കാരണം പല സഹോദരിമാർക്ക് ഈ അബദ്ധം വരുന്നുണ്ട്. അവരൊന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, എന്ത്, മയ്യത്തിന്റെ മുഖം ഖബറിൽ വെക്കുമ്പോ കിബിലക്കാവണ്ടേ, അപ്പൊ മുഖം ഇങ്ങനെ ചെരിച്ചു വെച്ചാലല്ലേ കിബിലക്കാവുള്ളൂ എന്ന ഒരു ധാരണയാണ് അവരെ പിടികൂടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ സ്ഥലം പറയുന്നില്ല, മലപ്പുറം ജില്ലയുടെ മിക്ക പല ഭാഗങ്ങളിലും സ്ത്രീകൾ മയ്യത്തിനെ കഫൻ ചെയ്യുമ്പോ ഖബറിൽ മയ്യത്തിന്റെ മുഖം കിബിലയിലേക്കാവണം എന്ന ഒരു ധാരണ കാരണം മയ്യത്തിനെ കഫൻ ചെയ്യുമ്പോ മുഖം മാത്രം ചെരിച്ചു വെക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളൊക്കെയും നിങ്ങളുടെ മഹല്ലത്തിൽ മയ്യത്ത് കുളിപ്പിക്കുന്ന സഹോദരിമാരുമായി ഒന്ന് ബന്ധപ്പെട്ട് അങ്ങനത്തെ തെറ്റ് അറിയാതെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഉണർത്തിക്കൊടുക്കാൻ തയ്യാറാവണം. അതുകൊണ്ട് മയ്യത്തിനെ കഫൻ ചെയ്യുമ്പോ മുഖം നേരെ ആകാശഭാഗത്തേക്ക് മലർന്നു കിടക്കുന്ന മയ്യത്തെ മലർത്തി കിടത്തിയിട്ടാണല്ലോ കഫൻ ചെയ്യുക. അപ്പൊ മുഖം അവരെ ചെരിക്കേണ്ട ആവശ്യമില്ല, നേരെ മുകളിലേക്കാക്കി ആകാശത്തിലേക്ക് നോക്കുന്ന രൂപത്തിൽ കിടത്തിയിട്ടാണ് മയ്യത്തിനെ കഫൻ ചെയ്യേണ്ടത്. എന്നാലേ ഇനി മയ്യത്തിനെ ഖബറിൽ ചെരിച്ചു കിടത്തുമ്പോ മുഖവും നെഞ്ചും കിബിലയിലേക്കാകുകയുള്ളൂ എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താ? അപ്പൊ മയ്യത്ത് ഖബറിൽ എത്തിക്കഴിഞ്ഞു, ഇനി ഇതിലൊന്നും പറയാൻ ബാക്കിയില്ല. കെട്ടുകഴിച്ചു, കിടത്തേണ്ട രൂപങ്ങളൊക്കെയും പറഞ്ഞു. ആ മയ്യത്തിന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരുക, അത് നല്ലതാണ്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, അവനവന്റെ മക്കൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. മോനെ, ഞാൻ മരിക്കുമ്പോ ഇജ്ജുണ്ടെങ്കിൽ, അല്ല ഇജ്ജ് മരിക്കുമ്പോ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും. വാപ്പ മരിക്കുമ്പോ ഇജ്ജുണ്ടെങ്കിൽ ഇജ്ജ് ചെയ്യണം. ഒരു പിടി മണ്ണ് വാരുക 7 പ്രാവശ്യം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന സൂറത്തുൽ ഖദ്ർ 7 പ്രാവശ്യം ഓതിയിട്ട് എന്താക്കുക? ആ ഖബറിൽ ഇടുകയോ അല്ലെങ്കിൽ കഫൻ തുണിയുടെ ഉൾഭാഗത്ത് വെക്കുകയോ ചെയ്താൽ ആ ഖബർ ശിക്ഷകളെ തൊട്ട് മയ്യത്തിന് ഒരുപാട് ഇളവ് ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അവിടെയും ഞാനൊരു കാര്യം, എന്റെ സ്വന്തം ഒരു അനുഭവം ഞാൻ പറയുകയാണ്. അടുത്ത ക്ലാസിന്റെ ഉസ്താദ്
അബൂസിനാൻ ഉസ്താദ് ആരെങ്കിലും ആണോ? അബൂസിനാൻ ഉസ്താദ് ആരെങ്കിലും ആണ്? ഏതായാലും ഫീസറിന് നമുക്ക് തിരിച്ചു കൊടുക്കല്ല അല്ലേ? മയ്യത്ത് ഖബറിലെത്തിയല്ലോ, ഇനിയിപ്പോ ഫീസറിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അബൂസിനാൻ ഉസ്താദോ ക്ലാസിന്റെ അമാനി ഉസ്താദോ ആരെങ്കിലും ക്ലാസ് റൂമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഉടനെ വൈസാന്റ് ചെയ്ത് മുകളിൽ എത്തുക, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു പൂർത്തിയാക്കാം. ഏതായാലും ഉസ്താദന്മാർ വന്ന പ്രത്യേകമായിട്ട് വിവരം അറിയിക്കുക. ഫീസർ എല്ലാവരും തിരിച്ചു കൊടുത്താലും മയ്യത്ത് ഖബറിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അവരെ ശ്രദ്ധിക്കുക. ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന ഒരു തെറ്റായ ആചാരം എന്താണെന്നറിയങ്ങള്? സ്ഥലം ഞാൻ പറയുന്നില്ല, കാരണം ആ നാട്ടുകാർ ഇപ്പൊ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടാവും. അവർക്കൊക്കെ ഞാനാവുമ്പോ ആ നാട്ടിന്റെ ചുറ്റുഭാഗത്തുള്ളവർ, ഞാൻ ഒരു സ്ഥലത്ത് ജോലിക്ക് ചെന്നപ്പോ അവിടെ ഒരു എന്ത് ചെയ്യാ, മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചാല് കുയ്യം മുക്കിൽ എന്ത് ചെയ്യും, അല്പം മണ്ണെടുക്കും. എന്നിട്ട് ആ മണ്ണ് കുഴച്ചിട്ട് 3 ഉരുളയാക്കും. മണ്ണ് കുഴച്ചിട്ടേ 3 ഉരുളയാക്കിയിട്ട് ബാങ്ക് കൊടുക്കുന്ന മുക്കിലേക്ക് കൊടുക്കും. കുയ്യം മുക്കിലിക്കും അറിയില്ല, മുക്കിലിക്കും അറിയില്ല എന്താപ്പതിൽ ഊതണ്ടത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവരെ ജോലി വെച്ച് അങ്ങനെ ഉച്ചക്ക് എന്റെ ഒപ്പമുള്ള എന്റെ മുക്കിൽ എന്ത് ചെയ്തു, ഞാൻ ഈ അനുഭവം പറയുമ്പോഴാണ് നമുക്ക് ഈ തെറ്റായ വശങ്ങൾ ഒഴിവാക്കാൻ പറ്റുക. അയാളൊരു കല്യാണത്തിന് പോയിക്കണ്. അപ്പൊ ഈ കുയ്യം മുക്കലിന്റെ ഒരു പൊതിഞ്ഞിത ഇലയിൽ, ഈ പൊതിഞ്ഞിത ഇല ഉണ്ടല്ലോ മീനൊക്കെ പോലെ, ഈ ഇലയിൽ 3 ഉരുള മണ്ണ് കൊണ്ടുവന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്കിതറിയില്ല എന്താപ്പം, അല്ല ഈ ചെല്ലി ഊതേണ്ടത് എനിക്കറിയാം, എന്താപ്പം 3 ഉരുള മണ്ണ് കുഴച്ചു വന്നതെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ച്. ആ സംഭവം നാടൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല, അൽഹംദുലില്ലാഹ് അതൊക്കെ വളരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൽ ഊതിത്തരാൻ പറയുന്നതാണ്. എന്താ അത് കൊതിക്ക് ഊതുകയാണോ എന്ന് ചോദിച്ചു ഞാൻ. നിങ്ങൾ ഈ കുഴച്ച മണ്ണ് കൊണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു കൊതിക്ക് ഊതലുണ്ട്, ആ കൊതിക്കുള്ള ഊട്ടാണോന്ന് ചോദിച്ച്. അല്ല, ഇതിൽ അങ്ങനെ ഒരു പതിവ് വന്നത് ഉസ്താദ് പോലത്തെ പുതിയ ആളായിട്ട് പരിചയമില്ലാച്ചാണ് ഞാൻ ഈ മണ്ണ് ഇങ്ങോട്ട് വാങ്ങി. ഞാൻ ഈ മണ്ണ് ഒരൊറ്റ പല്ലിത്തൊതുവിന്റെ കഞ്ഞിമൂലക്ക്, കാരണം എല്ലാ ശൈത്താനും അവതലല്ലത്, ഒരൊറ്റ അതിൽ കുയ്യമുക്കിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഞാൻ നിങ്ങൾ മയ്യത്ത് വെച്ച നിങ്ങൾ ബേജാറാവില്ലേ, നിങ്ങൾ ബേജാറ് മയ്യത്തിനകത്ത് വെച്ച എന്തൊക്കെ ചെയ്യെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് ചെയ്യും. നിങ്ങളൊരു ബേജാറ്, നിങ്ങൾ കയ്യും കെട്ടി അവിടെ നിന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ വെച്ചത്. അപ്പൊ കുയ്യമുക്കിരിമാരല്ലേ ഓരോ സ്വഭാവം. പേപ്പത്തിക്ക് വള്ളം കണ്ട പേപ്പത്തിയ സ്വഭാവം കാണിക്കാതിരിക്കൂലല്ലോ. അതേമാതിരി കുയ്യമ്മുക്കിന്റെ സ്വഭാവം എന്ന് കാണിച്ചു. ഞാൻ എന്താക്കി, മയ്യത്ത് വന്നു ഖബറിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് അപ്പൊ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരുടെ നാട്ടിലെല്ലാ, അപ്പൊ അതിന്റെ ഏതെങ്കിലും ഓരോരുത്തർ മണ്ണൂതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതാ രസം. മണ്ണൂതിയോ എന്നിങ്ങനെ ഈ ഖബറിന്റെ ചുറ്റുഭാഗത്തുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം അവരുടെ നാട്ടില് കുറെ കാലമായി ചെയ്തു വരുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഞാനൊരു പുതിയ മണ്ണെടുത്ത് എന്നിട്ട് 7 പ്രാവശ്യം എല്ലാവരും കേൾക്കുന്ന രൂപത്തില് ഇന്ന അൻസൽനാഹു സൂറത്തോതി. എന്നിട്ട് ഞാൻ ആ ഖബറിൽ അത് വദരി. എന്നിട്ട് എല്ലാരോടും പറഞ്ഞു ഇതേമാതിരിയാ കാത്തേണ്ടത് തോന്നാണ്. ആരൊന്നും മുണ്ടില്ല. അപ്പൊ നമ്മള് ഓരോ അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. ഈ കല്ലൂബി പോലത്തെ ഫിഖിന്റെ കിതാബിൽ പറയുന്നു, അത് കഫൻ തുനിയുടെ താഴ്ഭാഗത്ത്, തഹ്തൽ കഫനി, കഫൻ തുനിയുടെ താഴ്ഭാഗത്ത് ഇവിടെ എന്താ ചെയ്യുന്നറിയോ, ഈ മഹല്ലത്തില് ഇവിടെ 2-3 തെറ്റ് അതിന്റെ പേരിൽ വരുന്നത്. ഒന്ന്, നനവുള്ള മണ്ണ് മയ്യത്തിന്റെ ദേഹത്തിൽ വെക്കുക. എന്താ കുഴപ്പമെന്നാ നിങ്ങള്, ആ മയ്യത്ത് ആ മണ്ണ്, ആ നനവുള്ള മണ്ണ് കാണി കഫൻ തുനി നനയും. അങ്ങനെ അവസാനം മയ്യത്ത് തന്നെ നനയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മയ്യത്ത് കുളിപ്പിച്ച് തോർത്തുമ്പോ നല്ലോണം തോർത്തണം എന്ന് പറഞ്ഞത്. സാധാരണ ജീവിതകാലത്ത് കുളിച്ചാൽ തോർത്തൽ സുന്നത്തില്ല. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും എങ്ങോട്ട് ബാധകല്ല. മയ്യത്തിനെ കുളിപ്പിക്കുന്നിടത്ത് എല്ലാ പണ്ഡിതന്മാരും അഭിപ്രായ വ്യത്യാസമില്ലാതെ പറയുന്നു, മയ്യത്തിന്റെ ശരീരത്തിൽ തുള്ളി വെള്ളം നിൽക്കാത്ത രൂപത്തിൽ തോർത്തണം. അപ്പൊ ഈ കുഴച്ച മണ്ണ് അങ്ങനെ എന്നിട്ട് എന്താ ചെയ്യുന്നത്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഈ കുയ്യം മുക്കിരി അതല്ല, ഈ കഫൻ തുണിയുടെ ഉള്ളിലേക്ക് കയ്യിടുക. എന്നിട്ട് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും നെഞ്ചിന്റെ ഭാഗത്താണ് ഈ 3 ഉള്ള മണ്ണ് കൊണ്ടേക്കുന്നത്. ഞാൻ പറഞ്ഞു മേലാക്കഞ്ഞി പരിപാടികളെ കാണുന്നതിനാണ്. നമ്മള് ചില കാര്യങ്ങൾ ഗൗരവത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരു പെണ്ണായ മയ്യത്തിന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് കുയ്യമ്മുക്കരി കയ്യിട്ട നിക്കിങ്ങനെ തോന്നി കുയ്യമ്മുക്കരിക്ക് ഇതിൽ ആവേശം വരാൻ കാരണം അതാണോന്ന് തോന്നലുണ്ടായിക്ക്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എത്രത്തോളം തെറ്റാ, നിങ്ങൾ ആ കയ്യിടുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ശരീരത്തിൽ നിങ്ങളുടെ കയ്യിലെത്തൂലേ, അങ്ങനെ ശ്രദ്ധിക്കണ്ടേ.
ഞാൻ പറഞ്ഞു മനസ്സിലായിക്കോട്ടു, അൽഹംദുലില്ലാ ഒഴിവായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ നനയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ എന്റെ അനുഭവമുണ്ട്. നിങ്ങൾ ആരുടെയെങ്കിലൊക്കെ മഹല്ലത്തിൽ മണ്ണ് കുഴച്ച് ഉരുളയാക്കി വെക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറയുന്നത്. ഒരു അന്യ സ്ത്രീയുടെ നെഞ്ചത്തന്നെ ഇത് വെക്കണമെന്ന് വിചാരിച്ച് ഒരു നല്ല അമലിന് വേണ്ടി ഒരു അന്യ പുരുഷന്റെ കൈ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ തൊടുന്ന സാഹചര്യം ഒരിക്കലും നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. എന്ത് ചെയ്താൽ മതി? ഇനിയിപ്പോ ആ കഫൻ തുണിയിലൊന്നും വെച്ചില്ലെങ്കിലും ആ കബറിൽ ബദരുക. അത് അവനവന്റെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാര് എല്ലാവർക്കും അള്ളാഹു സ്വാലിഹായ ആൺമക്കളെ പ്രദാനം ചെയ്യട്ടെ. ആമക്കളില്ലാത്തവര് ദുആ ചെയ്യുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, നമ്മളെ കബറിൽ ഇതൊക്കെ ചെയ്യാൻ ആമക്കൾ തന്നെ വേണ്ടേ? ഇപ്പൊ പെമ്മക്കൾ എന്തായതുകൊണ്ട് കാര്യമില്ലല്ലോ. അള്ളാഹു നമുക്കൊക്കെയും നല്ല വിവരമുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള മക്കളെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിന് നിങ്ങൾ എന്ത് വേണമെന്നാൽ അതിനെന്ത് വേണം? നമ്മളെ വാപ്പാര് മരിക്കുമ്പോ കൊച്ചൊക്കെയും പള്ളിത്തൊതൂക്ക് കൊണ്ടുപോകാൻ പറ്റിയ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മളൊപ്പം കൊണ്ടുപോവുക. എന്നിട്ട് നമ്മുടെ വാപ്പാന്റെ കബറില് എന്താക്കുക? ഈ മണ്ണ് എടുത്ത് ഈ മന്തിൽ ചൂടുന്നത് നമ്മളെ മക്കൾക്ക് കാണിക്കുക. അപ്പൊ നമ്മളെ മക്കൾ ചോദിക്കും, പെരയിലെത്തുക, എന്തപ്പ കബറിക്ക് മന്തിൽ ചൂടിത്തീന്ന് ചോദിക്കും. അല്ല മക്കളാണെങ്കിൽ ചോദിക്കും. അപ്പൊ ആ മക്കളോട് പറയാ, കബറിനെ ഒരു പൊരി മണ്ണെടുത്തിട്ട് 7 പ്രാവശ്യം ഇന്നാൻസൽനാവു സൂറത്ത് ഓതിയിട്ട് ആ കബറിലേക്ക് ഇട്ടാല് കബറിൽ വല്യാപ്പാക്ക് ശിക്ഷ കിട്ടൂല. അതുകൊണ്ട് വാപ്പ മരിക്കുമ്പോ എന്റെ കുട്ടിക്ക് ചെയ്തേന്നോ എന്നൊരു ഉപദേശം. ഈ കുട്ടി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ വാപ്പ മരിക്കുമ്പോ ഉറപ്പാണ് ഈ മകൻ അത് ചെയ്തിരിക്കും. അല്ലാഹു തആല അതിന് പറ്റാകുന്ന നല്ല മക്കളെ, സ്വാലിഹീങ്ങളാവുന്ന ആൺമക്കളെ എല്ലാവർക്കും പെൺമക്കളെയും പ്രദാനം ചെയ്യട്ടെ. ഔമാനം വാപ്പ സുഖമില്ലാതെ കിടക്കുമ്പോ കാഷ്ടം വൃത്തിയാക്കേണ്ടി വന്നാൽ ചിലപ്പോ ആൺകുട്ടികളെ എല്ലാ ആൺകുട്ടികളെ അതിന് കിട്ടൂല. അതിന് നല്ലൊരു പെൺകുട്ടികളെ കാക്കകാരന്മാര് പറയും, ഒരു പെൺകുട്ടി വേണം സുഖമില്ലാതെ കിടക്കുമ്പോ എന്താണ് കാഷ്ടം കോയാനൊരു പെൺകുട്ടിയും വേണമെന്ന്. അപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇപ്പൊ ഒരാൾ പ്രസവിച്ചിട്ട് 4 ആൺകുട്ടികളായി ഉസ്താദെ, എനിക്ക് ദുഃഖമൊന്നുമില്ല. എന്നാലും ഒരു ആൺകുട്ടി ഉണ്ടാവാൻ പ്രത്യേകം ദ്വാരിക്കണം, ഒരു പെൺകുട്ടി ഉണ്ടാവാൻ പ്രത്യേകം ദ്വാരിക്കണം എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഇത് വലിയ സുന്നത്താണ്. നമ്മളെ മക്കൾക്കൊക്കെ നമ്മൾ പഠിപ്പിക്കണം. ഇനി നമ്മളൊരു സുഹൃത്ത് മരിച്ചിക്ക, നമ്മൾ ചെയ്യണം ആ വിഷയം. അതാ നമ്മളെ കൊണ്ട് ഈ മയ്യത്തിന് കിട്ടാകുന്ന ഉപകാരങ്ങളൊക്കെയും ചെയ്യണം. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ മയ്യത്ത് കബറിലേക്ക് ഇറക്കുമ്പോ ബാങ്ക് കൊടുക്കുന്ന പരിപാടി കാണാം. കല്ലൂബി പോലത്തെ എല്ലാ ഫിഖിന്റെ മിക്ക കിതാബുകളിലും കാണാം. ബാങ്ക് കൊടുക്കൽ സുന്നത്തൊന്നുമില്ല. മയ്യത്ത് കബറിലേക്ക് ഇറക്കുന്ന സമയത്ത് ബാങ്ക് കൊടുക്കൽ സുന്നത്തില്ല. പിന്നെ മയ്യത്ത് കബറിലേക്ക് ഇറക്കുന്നവൻ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. പിന്നെ പ്രത്യേകമായ ചില പല ദുആകളും വന്നിട്ടുണ്ട്, സാധിക്കുന്നവരൊക്കെ ചെല്ലുക. എല്ലാവർക്കും ചെല്ലാൻ പറ്റിയൊരു വാക്കാണല്ലോ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ചൊല്ലേണ്ടത്. മയ്യത്ത് കബറിലേക്ക് ഇറക്കുമ്പോൾ ബാങ്ക് കൊടുക്കൽ സുന്നത്തില്ല എന്ന് കല്ലൂബി പോലത്തെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നു. ഞാൻ എതിരായി വല്ല കിതാബിലുണ്ടോ അത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നും സാന്ദർഭികമായി അറിയിക്കുന്നു. അങ്ങനെ മയ്യത്ത് കബറിൽ വെച്ചു, കത്തയച്ചു, എല്ലാം കഴിഞ്ഞു. ഇനി 3 കല്ല് വെക്കുക. ഈ 3 കല്ല് വെക്കുന്ന സമയത്ത് 9 കല്ലാവത് സുന്നത്താ. സാധാരണ ഇപ്പൊ നമ്മുടെ പള്ളികളിലേക്ക് അങ്ങനെ തന്നെയാണ്. ഒന്നിലേക്ക് 9 കുരുദീസ്, അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ ഒരു വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ ഈ കുരുദീസ് നല്ലതല്ലട്ടോ. കാരണം അത് ചൂലക്ക് വെച്ചതാ, അല്ലെ, തീയിൽ വെച്ച് വേവിച്ച സാധനമാണ് കുരുദീസ്. ഈ സ്ലേബും അതിയിൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സിമന്റ് ആയാലും കമ്പിയൊക്കെയും തീയുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഏറ്റവും നല്ലതെന്താ, ഇനിയിപ്പോ ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ കല്ലൊന്നും കിട്ടാനില്ല. ഇപ്പൊ നമ്മളെ ഈ ക്ലാസ് റൂമിൽ ഒരുപാട് ശ്രോതാക്കൾക്ക് അറിയാം, പഴയ കാലത്തൊക്കെ 3 കല്ല് എന്ന് പറഞ്ഞിട്ടൊരു കല്ല് പ്രത്യേകമായി വെട്ടി തയ്യാറാക്കിയിരുന്നു. പക്ഷെ ഇന്ന് മിഷ്യൻ കല്ലിന്റെ യുഗം വന്ന കാരണത്താല് നീളം കൂടിയ കല്ല് കിട്ടാൻ പ്രയാസാണ്. പിന്നെ കിട്ടുന്നത് നല്ല മരം ഉണ്ടാവുമല്ലോ, കുരുദീസ് ഒഴിവാക്കി നല്ല ചെതല് പൊരിക്കാത്ത മരം ഉണ്ടല്ലോ, ആ മരത്തിന്റെ ഒരു ആവാ. എത്ര നിർബന്ധത്തിലുള്ളൂ, മയ്യത്തിന്റെ ദേഹത്തിലേക്ക് നേരെ മണ്ണ് വീഴാത്ത രൂപത്തിലുള്ള തടസ്സം വെക്കണം. അത് നിർബന്ധം. അതിന് തീയുമായി ബന്ധമില്ലാത്തതാവല്
പ്രത്യേകമായ സുന്നത്താണ്. അങ്ങനെ മൂടുകല്ല് വെച്ച് ആ മൂടുകല്ല് ഏകദേശം 9 ആവൽ പ്രത്യേകം സുന്നത്താണെന്ന് ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നു. അങ്ങനെ വെച്ച് 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 മുഅ്മിനീങ്ങളെ ലാസ്റ്റ് കല്ല് വെക്കുമ്പോൾ അതാ തലയുടെ ഭാഗത്ത് നിന്ന് കൂരി ഇരുട്ടിലേക്ക് മയ്യത്ത് നീങ്ങുകയാണ്. ഒരു സൂചിയുടെ പഴുതുപോലും കാറ്റു കടക്കാതെ പ്രകാശമില്ലാത്ത അവസ്ഥയിലേക്ക്. അതാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. എപ്പോഴും നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന സൂറത്താ, ഇമാം ഓതുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ചെറിയ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കള് മദ്രസയുടെ പാഠപുസ്തകം നോക്കി ഓതുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ആ ആയത്തിന്റെ അർത്ഥം അറിയാത്ത എത്രയോ സാധാരണക്കാരുണ്ട്. വിശുദ്ധമായ ഖുർആൻ പറയുന്നതെന്താ? അൽഹാക്കും, മനുഷ്യരെ നിങ്ങളെ മുടക്കാക്കി കലയുങ്കത്തോ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന അമലുകൾ ചെയ്യലിനെ തൊട്ട് നിങ്ങളെ മുടക്കാക്കി കലയും. അത്തകാസുറു, ഈ ഭൗതികമായ ജീവിതത്തിലുള്ള സമ്പത്ത് കൊണ്ടുള്ള തഫാഹുറ്, മക്കളെ കൊണ്ടുള്ള തഫാഹുറ്, മക്കളെ കൊണ്ടുള്ള തകാസുറ്, അഹങ്കാരവും ആർഭാടവും ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന അമല് ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടാതെ പോകും. ഏതുവരെ? ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങളിൽ നിന്ന് ഓരോരുത്തരും അവനവന്റെ ഖബർ സന്ദർശിക്കുന്നത് വരെ. ആ സമയത്ത് നമ്മുടെ ഖബറിലേക്ക് അങ്ങോട്ട് മയ്യത്ത് വെച്ച് എല്ലാം കഴിഞ്ഞു ലാസ്റ്റ് മൂടുകല്ല് വെക്കാൻ നേരത്ത് അതാ കൂരി ഇരുട്ടിലേക്ക് ഖബർ നീങ്ങുകയാണ്. ആ സമയത്താൽ ഓരോ മനുഷ്യനും ചിന്തിക്കുന്നത്, റബ്ബേ ഈ ഖബറിലേക്ക് ഉപകരിക്കുന്ന എന്തെല്ലാം അമല് എന്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു, അതൊന്നും ഞാൻ ചെയ്യാതെ മരിച്ചു പോന്നില്ലേ. വലിയ ദുഃഖമാണ്. ഞാൻ ഇവിടെ വെച്ചൊരു കാര്യം ഉണർത്തട്ടെ. എല്ലാ ഖബർസ്ഥാനിയിലും രാവിലെ ആകാശലോകത്തിൽ നിന്നൊരു വിഭാഗം മലക്കുകൾ ഇറങ്ങി വന്ന് ആ ഖബറാളികളോട് ചോദിക്കുമത്രേ, ഖബറാളികളെ, നിങ്ങളെ ഏറ്റവും ഈ ഖബറിൽ ദുഃഖിപ്പിക്കുന്ന കാര്യമെന്താണെന്ന് ആകാശലോകത്ത് നിന്ന് ഒരു വിഭാഗം മലക്കുകൾ ഇറങ്ങി വന്ന് ചോദിക്കും. ആ സമയത്ത് ആ ഖബറാളികൾ പറയുന്ന വാക്ക്, ഞങ്ങൾക്ക് ദുന്യാവിൽ വെച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരമുണ്ടായിരുന്നു. ബാത്റൂമിലേക്ക് കയറുമ്പോ ഇടത്തത് വെക്കാനും പോരുമ്പോൾ വലത്തത് വെക്കാനും, ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തത് ആദ്യം ധരിക്കാനും, ഊരുമ്പോൾ ആദ്യം ഇടത്തത് ഊരാനും, കുപ്പായം ധരിക്കുമ്പോൾ വലത്തെ കൈ ആദ്യം ധരിക്കാനും, ഊരുമ്പോൾ ഇടത്തെ കൈ ആദ്യം ഊരുവാനും, തലമുടി വെട്ടുമ്പോൾ ആദ്യം വലഭാഗത്ത് നിന്ന് തുടങ്ങാനും, നഖം വെട്ടുമ്പോൾ വലത്തെ കൈ കൊണ്ട് തുടങ്ങാനും, അതുപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോ ചായ കുടിക്കുന്ന സമയത്ത് എല്ലാം വലത്തെ കൈ കൊണ്ട് ഉപയോഗിക്കാൻ ഒരുപാട് സുന്നത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടായിന്. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ അശ്രദ്ധത കാരണം അതൊന്നും ചെയ്തില്ല. ഇനി ഖബറിൽ ഞങ്ങൾ ദുഃഖിക്കല്ലാതെ മാറുകയല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട സ്വന്തം നഫ്സിനോട് ഞാൻ ആദ്യമായി പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും, നമ്മളെല്ലാരും ഒരു രംഗം, അത് ചിലപ്പം ഇന്ന് വൈകുന്നേരത്ത് നടന്നേക്കാം, നാളെ ഉച്ചക്ക് നടന്നേക്കാം, അല്ലെങ്കിൽ 10 കൊല്ലത്തിനു ശേഷമാവാം, അല്ലെങ്കിൽ 20 കൊല്ലത്തിനു ശേഷമാവാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉസ്താദന്മാരാരും കാണാത്തത് കൊണ്ട് തുടരാത്തോ, അങ്ങനെ ആ കല്ലൊക്കെ വെച്ച് എല്ലാം മൂടി ഫിറ്റാക്കുക. എങ്ങനെങ്കിലും ഒരു കാറ്റ് ഖബറിലേക്ക് കടക്കുമെങ്കിൽ മയ്യത്തിനോടുള്ള ദേഷ്യമല്ല, എല്ലാം ഫിറ്റാക്കി നല്ല കുഴച്ച മണ്ണൊക്കെ കൊടുത്ത് മൂടുകല്ലിന്റെ ഇടയിലുള്ള ദോരങ്ങളൊക്കെ അടച്ച് എന്ത് ചെയ്യുക? ആ ഖബറിന്റെ അടുത്ത് നിൽക്കുന്നവരും ദൂരത്ത് നിൽക്കുന്നവരും അടുത്തേക്ക് വരിക. അടുത്ത് നിൽക്കുന്നവർക്ക് പ്രത്യേകം സുന്നത്താണ് ഖബറിന്റെ ഉൾഭാഗത്തിൽ നിന്ന് 3 പിടി മണ്ണ് വാരുക. അപ്പൊ ഖബറിന്റെ ഉൾനാനപ്പം മയ്യ എന്ത് ചെയ്യുക? ഖബറിന്റെ കൈ കറച്ചിട്ട മണ്ണുണ്ടാവുമല്ലോ, അല്ല പള്ളിത്തൊടുവിൽ വേറെ എവിടെങ്കിലും ആവശ്യത്തിന് കൊണ്ടുവന്ന മണ്ണല്ല, ഖബറിന്റെ ഉൾഭാഗത്തിൽ നിന്നുള്ള മണ്ണ്. അത് തലയുടെ ഭാഗത്തുള്ള മണ്ണാവൽ പ്രത്യേകം അഫ്ളലാണെന്ന് എവിടെയുണ്ട്? ഫിഖിന്റെ ഗ്രന്ഥത്തിലുണ്ട്. എന്നിട്ട് തലയുടെ ഭാഗത്തിലൂടെ ശ്രദ്ധിക്ക,
നമ്മൾ കുറെ ആൾക്കാർ സെയ്തെന്ന്, കുറെ ആൾക്കാർ കാലിന്റെ ഭാഗത്തുനിന്ന്, അങ്ങനെയൊന്നുമല്ല സുന്നത്ത്. എങ്ങനെ സുന്നത്ത്? തലയുടെ ഭാഗത്തിലൂടെ 3 പിടി മണ്ണ് വാരിയിട ഖബറിലേക്ക്. എല്ലാം കഴിഞ്ഞതിന് ശേഷമല്ല, മയ്യത്തൊക്കെ മൂടി കല്ലൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം മേലെക്കൂടെ നിക്ക് വരാൻ കൂടിയില്ലാന്നും പറഞ്ഞാൽ ഇനി മേലെ കൊണ്ടുവച്ച് 4 പിടി മണ്ണ് വായിച്ചിട്ട് കാര്യമില്ല. ആ മയ്യത്ത് പൂർണ്ണമായും മൂടുന്നതിന് മുമ്പ് തലയുടെ ഭാഗത്ത് നിന്ന്. അപ്പൊ എന്തുവാണോ, നമ്മൾ കുറച്ചാൾക്കാർ തലയുടെ ഭാഗത്തിൽ കൂടെ മണ്ണിങ്ങനെ ഖബറിലേക്ക് 3 പിടി മണ്ണ് വാരിയിടാണ് ചെയ്തോലൊക്കെ ഇങ്ങനെ മാറിന്ന് കൊടുക്കുക. അങ്ങനെ നമ്മക്ക് പറ്റുന്ന സ്വഭാവം അതല്ലോ. ഒരാൾക്കൊരു സീറ്റാണ് കിട്ടിയ പിന്നെ ഓൻ അവരത് ഉറക്കല. ഇപ്പൊ ഈ റൗലാ ഷെരീഫിലൊക്കെ നിസ്കരിക്കുമ്പോ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അത് എത്ര തെറ്റാ. ഒരു നിസ്കരിക്കാൻ റൗലാ ഷെരീഫിൽ 2 റക്അത്ത് നിസ്കരിക്കാന്നുള്ളത് എല്ലാവർക്കും സുന്നത്തല്ലേ. അത് നിസ്കരിക്കാൻ കണ്ടമാനം തിരക്കുള്ള സമയത്ത് ഒരാൾക്ക് അവസരം കിട്ടിയ ഓൻ അവിടെ അങ്ങനെ ഇരിക്കാനാണ്. ഒരുപാട് ആൾക്ക് അവകാശപ്പെട്ടൊരു സ്ഥലമല്ല അത്. എല്ലാവർക്കും 2 റക്അത്ത് നിസ്കരിക്കണ്ട്. ചില ആളുകളൊക്കെ കാണാൻ റൗലാ ഷെരീഫിലൊക്കെ ചെന്ന, അല്ലെങ്കിൽ നമ്മളെ കഅബന്റെ മുൽത്തസം, കഅബന്റെ വാതിലൊക്കെ അയിമക്കും പിടിച്ച് ദ്വാരിക്കാനുള്ളത് എല്ലാവർക്കും ആഗ്രഹം. നമുക്കൊരു അവസരം കിട്ടി, എനിക്ക് ദ്വാരിക്കാൻ അവസരം കിട്ടി, ഞാൻ ദ്വാരുന്നു. അപ്പൊ നമ്മുടെ ബാക്കിലുള്ളവർക്ക് ഇജ്ജ് ദ്വാരുന്നോ? അങ്ങനത്തെ അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. എനിക്ക് പോലീസൊന്നും വരുന്നില്ല, ഇവിടെ ഇപ്പൊ പോലീസൊന്നും ഇല്ലാത്ത നേരാണ്, നിക്ക് പോലെ കുറെ നേരം ഇരിക്കാൻ, എന്നെ ആരും പിടിച്ച് പുറത്താക്കൂല എന്ന് നമ്മൾ എല്ലാവർക്കും അവകാശപ്പെട്ട സ്ഥലത്ത് ഇരിക്കലല്ല. അതുകൊണ്ടാണല്ലോ മിഹ്റാബില് ഇമാമ് സലാം വീട്ടേക്ക് എഴുന്നേറ്റ് പോകുന്ന ഒരു മസ്അലകൾ കേട്ടിട്ടില്ലേ? വഹാബിയിലും അത് കണ്ട ഫിഖിന്റെ കിതാബിൽ അതല്ല അവിടെ മസ്അല. അവരെ അഫ്ളലായ സ്ഥലം അതാണ് എന്ന അഭിപ്രായ പ്രകാരം മറ്റുള്ളവർക്ക് അതിൽ നിസ്കരിക്കാനുള്ള സ്ഥലം കൊടുക്കലാണ്. ഏതോ ഇരിക്കത്തെ. അതുപോലെ തന്നെ ചെലോരാനോ സുബൈസ്കാരം കഴിഞ്ഞിട്ട് 1ാം സഫ് കാരണം ഉറങ്ങുന്നു. അപ്പൊ പിന്നെ നിസ്കരിക്കാൻ വരുന്നവർക്ക് ഇവർക്ക് മുമ്പിലേക്ക് കയറിക്കാനൊന്നും അവസരമില്ല. അതൊന്നും ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കലില്ല. ഏതായിരുന്നാലും തലയുടെ ഭാഗത്തിലൂടെ 3 പിടി മണ്ണ് വാരിടുക. 1ാമത്തെ വാരിൽ നിന്ന് ചെല്ലുക, 2ാമത്തെ വാരിലൊക്കെ നമുക്കറിയാം. അങ്ങനെ രതിക്ക് ഖബറ് മൂടുക. ഖബറ് മൂടിയതിനു ശേഷം നമുക്കറിയാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ. പിന്നെ അവിടെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ മീസാൻ കല്ല് കുത്തുക, അങ്ങനെ ഒരു ആചാരം തന്നെ. ഈ മീസാൻ കല്ല് തന്നെ കുത്തണം. കാലിന്റെ ഭാഗത്തും തലയുടെ ഭാഗത്തും കുത്തുക. ചിലവര് പേര് എഴുതി വെക്കുക. ഇങ്ങനത്തൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് കടന്നാൽ സമയം ഒരുപാട് വഴുകും. ഇനി മറ്റു ഉസ്താദന്മാര് ഇല്ലെങ്കിലും ചിലപ്പോ ഇങ്ങനെ സ്ഥിരമായിട്ടാണ് ആക്കുമ്പോ ചിലപ്പോൾ അർജന്റായി പോകാനുള്ളതൊക്കെ ഉണ്ടാവും. ഈ ക്ലാസ് ഒരു ഒപ്പം കെട്ടിയിട്ട് പോവാൻ കരുതുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് ശ്രോതാക്കൾക്ക് കൂടുതൽ സൗകര്യമാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ്. ഏതായാലും ഫീസർ എല്ലാവരും അത് തിരിച്ചു കൊടുത്താൽ ഫീസറിൽ മയ്യത്ത് സൂക്ഷിക്കുന്നതിന്റെ മസ്അല ഇൻഷാ അല്ലാഹ് നമുക്ക് എന്താക്കാം, വളരെ വിശദമായി ഒന്ന് പഠിക്കേണ്ട ഒരു മസ്അലയാണ്. ഈ മക്കള് വരാൻ വേണ്ടി, ഭർത്താവ് വരാൻ വേണ്ടി, വാപ്പ വരാൻ വേണ്ടിയിട്ടൊക്കെ മയ്യത്ത് ഫീസറിൽ വെക്കുക. ഇനി നിങ്ങൾ നമുക്ക് തെളിക്കാനൊക്കെ ഒരുപാട് കാര്യമുണ്ട്. കാരണം ഒരു അരമണിക്കൂർ എനിക്കിഞ്ഞും പറയാനുണ്ട് ഇതിന്റെ ബാക്കി പത്രം. മീസാൻ കല്ല് കുത്തലും 2 തലയുടെ ഭാഗത്തും കാലിന്റെ ഭാഗത്തും വേണോ പേര് എഴുതി വെക്കുന്നത്, തീയതി എഴുതി വെക്കുക. അതുപോലെ തന്നെ തെൽക്കീനും തസ്ബീത്തും. ആദ്യം തെൽക്കീനാണോ ചൊല്ലിക്കൊടുക്കേണ്ടത്, ആദ്യം തസ്ബീത്താണോ? അതൊക്കെ നമ്മൾ സുന്നത്തായ വശങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് ഈ മയ്യത്ത് ഖബറടക്കുന്ന മസ്അലയിൽ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മസ്അല എന്താണെന്നറിയോ? മയ്യത്ത് ഖബറടക്കേണ്ടത് കുടുംബമിത്രാദികളാണ്. അത് നാട്ടിലെ കുയ്യമുക്കിരിമാരല്ല. അത് നമ്മളങ്ങനെ അത് പരിചയിക്കുക. ചെയ്യാൻ വെയ്ക്കുന്നോലും മാറി നിൽക്കുക. അത് കുയ്യമുക്കിരിമാരുണ്ടല്ലോ, അല്ല. അവിടെ കല്യാണം കഴിച്ച ചെറുപ്പക്കാര് പുരുഷന്മാരൊക്കെയും ഭാര്യയുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കേണ്ടത് ഏറ്റവും ബന്ധം ആ മയ്യത്തിന്റെ വാപ്പ, ആങ്ങളാര്, മക്കളെക്കാൾ അഫ്ളലും അഹക്കും ആ മയ്യത്തിന്റെ ആ പെണ്ണായ മയ്യത്തിന്റെ ഭർത്താവാണ്. അതുകൊണ്ട് ചിലപ്പം കവിൽ തടത്തിൽ നിന്ന് തുണി നീക്കുമ്പോ, മാറുപിടത്തിലെ കെട്ട് കഴിക്കുമ്പോ ഇതിനൊക്കെ നല്ലത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു വിവരമില്ലാത്ത കുയ്യമുക്കലിന്റെ നമ്മുടെ ഭാര്യയുടെ ശരീരത്തിൽ ത്വദീപിക്കാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതിനുള്ള കരുത്തും ഇൽമും അള്ളാഹു നമ്മുടെ ക്ലാസ് റൂമിലൂടെ നേടിയെടുക്കാൻ അള്ളാഹു തൗഫീക്കിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി ഇത് സംബന്ധമായ കുറെ കാര്യങ്ങളുണ്ട്. 1-2 ക്ലാസ് ഏത് നമ്മളെ തയമ്മത്തിന്റെ മസ്അല, മരിക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ നിന്ന് വലിച്ച കാല് വിരല് മുറിക്കേണ്ടി വന്നു,
ചിലപ്പം കാലിന്റെ ഞെരിയാനിക്ക് മുറിച്ചൊഴിവാക്കുന്നില്ലേ, അങ്ങനത്തെ ഭാഗങ്ങൾ എന്ത് ചെയ്യണം? മരിച്ചതിനു ശേഷം ഒരു മയ്യത്തിൽ നിന്ന് അങ്ങനത്തെ ഭാഗങ്ങൾ കിട്ടിയാൽ എന്തു ചെയ്യണം? അതൊക്കെ നമ്മൾ കാലോചിതമായി എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇൻഷാ അല്ലാഹ് ഒരു 1-2 ക്ലാസ്സിലൂടെ അത്തരം നിർബന്ധമായ വിഷയങ്ങളൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ മയ്യത്ത് നിസ്കാരം, അത് പുരുഷന്മാരൊക്കെ ശ്രദ്ധിക്കണം. ചിലപ്പോ ഇമാമ് ഓർമ്മയില്ലാതെ 5 തക്ബീർ ചൊല്ലും, അപ്പൊ സഹുവിന്റെ സുജൂദ് വാണോ, എന്താ കാട്ടുക, ഇങ്ങനത്തൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ചിന്തിക്കാനുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാര് അത്തരം വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ മയ്യത്ത് കുളിപ്പിക്കേണ്ട അഫ്ളലായ രൂപങ്ങളും അതിൽ ഇന്ന് നാടുകളിൽ നടന്നു വരുന്ന ഒരുപാട് തെറ്റായ ധാരണകളും ഒക്കെയും നമ്മൾ തിരുത്തിയിട്ടുണ്ട്. ഖബറടക്കുന്ന സമയത്ത് നിർബന്ധമായും അറിയേണ്ടതും തെറ്റായ ആചാരങ്ങൾ ഖബറിന്റെ ഭാഗത്തെല്ലാരും പാടെ ഒരുമിച്ചുകൂടി ഖബറിലേക്ക് എത്തി നോക്കുക, മുങ്കൽ നക്കീർ വരുമ്പോ എഴുന്നേറ്റിരിക്കാൻ കീക്കബർ ആയം കൂട്ടുക പോലാത്ത ഒരുപാട് തെറ്റുധാരണകളൊക്കെയും നമ്മൾ തിരുത്തിയിട്ടുണ്ട്. എന്താ ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. എന്തോ ഒരു ചോദ്യങ്ങൾ എന്താ നമുക്ക് മനസ്സിലായില്ലല്ലോ. ഒരു മിനിറ്റാ. ഉസ്താദെ, മെൻസസ് ആയ കുട്ടിയെ ഖുർആനില്ലാതെ മദ്രസയിൽ വിടാൻ പറ്റുമോ? അത് സദർ മുഅല്ലിമിന് ചോദിക്കേണ്ടതാണ്. ഖുർആനില്ലാതെ മദ്രസയ്ക്ക് കയറാൻ പറ്റുമോ? ഞാൻ എന്താ ഇതിന് മറുപടി അറിയാം. ഉസ്താദെ, മെൻസസ് ആയ കുട്ടിയെ ഖുർആനില്ലാതെ മദ്രസയ്ക്ക് വിടാൻ പറ്റുമോ? അങ്ങനല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. ഖുർആനോട് കൂടെ വിടാൻ പറ്റുമോ? മദർസയ്ക്ക് ഖുർആൻ കൊണ്ടെന്നില്ല, തജ്വീദ് കൊണ്ടെന്നില്ല, അമലിയാത്ത് കൊണ്ടെന്നില്ല, അത് സദർ മുഅല്ലിമിന് തീരുമാനം ഉണ്ടാവും, ക്ലാസ് മുഅല്ലിമിന്. അപ്പൊ നമ്മളതിൽ ഇടപെടാൻ പറ്റൂല. ഖുർആൻ എടുത്തു പറഞ്ഞേക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലെ? അതായിരിക്കും ആ ചോദ്യകർത്താവിന്റെ ചോദ്യം, അതായിരിക്കും. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. മെൻസസ് ആയ പെൺകുട്ടിയാണെങ്കിൽ ഖുർആൻ തൊടാൻ പാടില്ലല്ലോ, അങ്ങനെയല്ല, പ്രായപൂർത്തിയായില്ലേ. പിന്നെ പഠിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി പകതിരിവായ കുട്ടികൾക്ക് ഓളു ഇല്ലാതെ ഖുർആൻ തൊടാം. മെൻസസ് ആയ 1-ാം നമ്പർ പമ്പർന്നോലായി പോലെ. മെൻസസ് ആയ നമ്മളെ ഭാഷയിൽ കുറ്റിയാണ്, അത് 1-ാം നമ്പർ പമ്പർന്നോലാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ, മനസ്സിലായോ? അപ്പൊ ഒരു പമ്പർന്നോൽക്ക് ഹറാമായതൊക്കെ ഈ കുട്ടിക്ക്. ഞാൻ ഈ പമ്പർന്നോൽ എന്ന് പറയുമ്പോ ഷിഹാബ് സാവാമ പറയും സാഹിത്യല്ല, നാടന്മാര് പറയേണ്ട പമ്പർന്നോല്. വലിയ മത്സരത്തിലേക്ക് നാടന്മാര് പറഞ്ഞൊരു വാക്കാണ് പമ്പർന്നോല്. അപ്പൊ പ്രായപൂർത്തി മെൻസസ് ആവലോട് പമ്പർന്നോലായോല് ഇനി എല്ലാ വിധികൾക്ക് ബാധക. അപ്പൊ അതുകൊണ്ട് ഒരു ആൾക്കും കാണാൻ പാടില്ല. നിന്റെ ഭാര്യനെ കാണാൻ പാടില്ലാത്ത മായിക്കെന്നെ മെൻസസായ എന്റെ പെൺകുട്ടിനൊരാൾക്ക് അന്യപുരുഷന്മാർക്ക് കാണാൻ പാടില്ല. പക്ഷെ നമ്മൾ മെൻസസായ കുട്ടികളല്ലേ എന്നാ പറയാ. അല്ല, ആ പെണ്ണ് മുക്കല്ലഫത്തായി, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള പെണ്ണായി മാറി. മുക്കല്ലഫത്തായ പെണ്ണിന്റെ എല്ലാ ഹുക്കുമും ആ പെണ്ണിന് ബാധക. പക്ഷെ തന്റെ ഭാര്യന്റെ തലയിൽ മക്കന ധരിപ്പിക്കുന്ന മെൻസസായ പെൺകുട്ടിയുടെ തലയിൽ മക്കന ഇട്ടുകൊടുക്കാത്ത എത്ര അത് കുട്ടികളല്ലേ? എന്ത് കുട്ടികൾ? പ്രായപൂർത്തിയായ മുക്കല്ലഫത്തായി. അത് ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് ഖുർആൻ അവിടെ ഉപയോഗിക്കാൻ പാടില്ല. ഖുർആൻ ഇല്ലാതെ മദ്രസയ്ക്ക് പറഞ്ഞേക്കാൻ പറ്റുമോ? പറഞ്ഞയക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മദ്രസയിൽ ഇനിയിപ്പോ ഖുർആൻ ഇല്ലാതെ മദ്രസയ്ക്ക് പോയി, എന്താ കുഴപ്പം? പക്ഷേ ഖുർആനിൽ നിന്ന് ഖുർആനാണുള്ള നിയ്യത്തോടു കൂടെ ഓതരുത്, എത്രയേ ഉള്ളൂ. ഞാൻ ഇതിന്റെ ബാക്കി എന്തെങ്കിലും ചോദ്യകർത്താവിന്റെ ചോദ്യം അതല്ലെങ്കിൽ അറിയില്ല. അസ്സലാമു അലൈക്കും. ഉമ്മ എന്തൊക്കെ PM ഇംഗ്ലീഷിലാണ്. ആരെങ്കിലും മൈക്കയിലേക്ക് വരണം. ഇംഗ്ലീഷ് ഒന്നും സ്വീകരിക്കില്ല. ഞാൻ ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതും, ഞാൻ മംഗ്ലീഷിൽ എഴുതും. പക്ഷെ മംഗ്ലീഷിലെ ചോദ്യം ഞാൻ സ്വീകരിക്കുന്നതല്ല. പല പ്രാവശ്യം ഉണർത്തിയതാണ്. ഞാൻ മൈക്കവുത ഇൻഷാ അല്ലാഹ് ആജിക്കാനൊന്നും അറിയില്ല. ഇതിന്റെ ബാക്കിട്ടോ ഈ ആക്സിഡന്റ് മരണത്തിലുള്ളതും തയമ്മം ഒരു 2-3 ക്ലാസ് ഇതിന്റെ ബാക്കി പത്രങ്ങളുണ്ട്. മയ്യത്ത് കുളിപ്പിക്കുന്നിടത്തും കഫൻ ചെയ്യുന്നിടത്തുള്ള വേറെ ചില മസാലകൾ, അതായത് നെജസ് വന്നാൽ ഇനി എന്താ ചെയ്യേണ്ടത്, പല്ലിക്കെത്തിയിട്ട് നിസ്കരിക്കാൻ നേരത്തെ മയ്യത്തിന്റെ കഫൻ തുണി നെജസായി എന്ത് ചെയ്യണം? നമ്മളെ കണ്ടം വിടൂലേ? ആകെ കൂടുതൽ ബേജാറേക്കാണ് നമ്മക്കല്ലേ. പച്ചോടെ ഇനിയിപ്പോ നിസ്കരിച്ചിട്ടില്ല, കഫൻ തുണിയിൽ അതാ രക്തം കാണുന്നു, കഫൻ തുണിയിൽ അതാ കാഷ്ടം കാണുന്നു, എന്താ കാട്ടുക? അല്ലാഹു തആല പഠിക്കാൻ ഓരോ സന്ദർഭത്തിലും നല്ല ധൈര്യത്തോട് കൂടെ കൈകാര്യം ചെയ്യാതെ തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഞാൻ തൽക്കാലം മൈക്ക വിടുന്നു ദുആ വസിയത്തോടെ. ഇതിന്റെ എല്ലാ കുറച്ച് ഇഷ്കാലുകളൊക്കെ നിങ്ങൾക്കുണ്ടാവും. 2 ക്ലാസ്സോട് കൂടെ അത് അവസാനിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.
പിന്നെ മണ്ണ് പിന്നെ 7 പ്രാവശ്യം പിന്നെ ഇന്നാൻസല്ലാഹുലെ ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്ത് ഊതിയാണ്ട് ഇടണമെന്ന് പറഞ്ഞു. അത് ഇടാൻ അന്നത്തെ ഒരവസരത്തിൽ ഓർമ്മയുണ്ടായില്ല, ആരും പറഞ്ഞൊന്നുമില്ല. ഇനി അതിന് വേറെ വല്ല മാർഗം ഉണ്ടോ? അത് പനിച്ച അങ്ങനെ ഒരു കടമ നമ്മൾ ചെയ്യാൻ പറ്റിയില്ല. ഇനി അതിന് വല്ല പ്രത്യുപകാരം ചെയ്യാൻ പറ്റുമോ? പിന്നെ അതുപോലെ എൻ്റെ ഉമ്മ ഇരിക്കുകയാണ്, കടുത്ത പല്ലുവേദനയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനൊന്നും പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഉസ്താദ് ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇനിയിപ്പോ നമ്മളാ മണ്ണ് ഇടാൻ നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ വിവരം ഉണ്ടായില്ല. ഇനി കബറ് മാന്തിച്ച് മണ്ണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാനും പറ്റൂല. ഇനി അതിനൊരു പരിഹാരം എന്താ? മയ്യത്തിന് വേണ്ടി ദ്വാരിക്കുക, ഉസ്താദ്മാർക്ക് കാലിക്കും കൊടുത്ത് ദ്വാരിപ്പിക്കുക, പാത്തി ഒരു ദ്വാരിപ്പിക്കുക എന്ന്. അല്ലാതെ ഇനി മണ്ണിടാൻ കൂടിയില്ല, അതിനൊരു പരിഹാര മാർഗം ഒന്നുമില്ല എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഇനി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ എന്തെല്ലാ നല്ല കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ചെയ്യാം, ആ മയ്യത്തിന് ഗുണം കിട്ടുന്ന. പിന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എനിക്കറിയില്ല, പേരും സ്ഥലമൊന്നും അറിയില്ല, അതൊരു തെറ്റിദ്ധാരണേട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഉമ്മ ഇദ്ദക്കിരിക്കാണ്, ശക്തിയായ പല്ലുവേദനയാണ്, ഹോസ്പിറ്റലിക്കൊന്നും കൊണ്ടുപോകാൻ മാർഗമില്ല, ദ്വാരിക്കണം. നിങ്ങൾ ആദ്യം ഉമ്മാനെ ആസ്പത്രിയിൽ കൊണ്ടുപോയി, എന്നിട്ട് നമുക്ക് അള്ളാഹു ശിഫി നൽകട്ടെ. എന്തെങ്കിലും അങ്ങനെ ചോദിക്കാൻ കാരണം ആ വ്യക്തി ഒന്നും കൂടി മൈക്കെടുക്കണം, അല്ലേ? അദ്ദേഹം പറഞ്ഞതെന്താ? ഇമ്മ ഇരിക്കാണ്, ശക്തിയായ പല്ലുവേദനയാണ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാൻ ഇരിക്കുന്നത് കാരണമാണോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാത്തത്? അല്ലെങ്കിൽ ആ വ്യക്തി ഒന്ന് എസ്സരിക്കുക. അങ്ങനെയാണെങ്കിൽ അതായത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് മസ്അലയാണ്. മയ്യത്ത് കബറടക്കിയിട്ട് വേണം നമ്മളെ ഭാര്യമാരെ കൊണ്ടൊന്ന് ഇരിപ്പിക്കാൻ. ഏതായാലും ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, അങ്ങനെ ഇദ്ദയിലിരിക്കുന്ന സഹോദരിക്ക് രോഗം വന്നാൽ എന്ത് ചെയ്യാം? ഡോക്ടറെ കാണിക്കാം. അവരുടെ ഇദ്ദയാണെങ്കിലും ഇദ്ദയിലല്ലെങ്കിലും അവരുടെ മസ്അല എന്താണ്? പറ്റാകുന്ന സ്ത്രീവർഗത്തിൽപ്പെട്ട ഡോക്ടറുണ്ടെങ്കിൽ സ്ത്രീകളെ തന്നെ കാണിക്കണം. അത് അമുസ്ലിമത്തുമാവാം മുസ്ലിമുമാവാം. അല്ല, അതിന് പറ്റാകുന്ന സ്ത്രീവർഗത്തിലുള്ള ഡോക്ടർമാർ ഇല്ലെങ്കിൽ പുരുഷവർഗത്തിൽപ്പെട്ട ഡോക്ടർമാരെ കാണിക്കാം. അമുസ്ലിമുമാവാം അമുസ്ലിമും ആവാം. പക്ഷെ കഴിവുള്ള മുസ്ലിമീങ്ങൾ ഉണ്ടാകുമ്പോ അത് മുസ്ലിമീങ്ങളെ തന്നെ കാണിക്കണം. അവരൊന്നുകൂടി നല്ല കഴിവുള്ള മുസ്ലിമായ ഡോക്ടറുണ്ട്, കഴിവുള്ള അമുസ്ലിമത്തായ ഡോക്ടറുണ്ട്. മുസ്ലിമായ ആണായ ഡോക്ടറുമുണ്ട്, അമുസ്ലിമത്തായ നല്ല കഴിവുള്ള ഡോക്ടറുമുണ്ട്. രോഗി പെണ്ണാണ് എങ്കിൽ മുസ്ലിമായ ഡോക്ടറെ, പുരുഷനായ ഡോക്ടറെ അല്ല കാണിക്കേണ്ടത്, അമുസ്ലിമത്തായ ലേഡി ഡോക്ടറെയാണ് ഈ മുസ്ലിമത്തായ രോഗിയെ കാണിക്കേണ്ടത്. അപ്പൊ ഉമ്മ ഇദ്ദയിലിരിക്കുന്ന പേരിലാണ് ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകാതെ ഉമ്മാരെ തിടങ്ങലാക്കണ്ട. അതല്ല, ഉമ്മാനെ ഹോസ്പിറ്റലിലേക്ക് പൊതുവില് വയസ്സായ കാരനാണ് കൊണ്ടുപോവാത്തത് എങ്കിൽ അള്ളാഹുത്താല ശിഫ നൽകട്ടെ. ഇനി ഏത് നിലക്കാണെങ്കിലും അള്ളാഹുത്താല മഹാന്മാരുടെ ഹക്ക് കൊണ്ട് ആ സഹോദരിയുടെ എല്ലാ വേദനയും മാറ്റട്ടെ. കാരണം അങ്ങനെയൊക്കെ ഒരു തെറ്റിദ്ധാരണ, ഇദ്ദയിരിക്കുമ്പോ പല്ലെടുക്കാൻ പാടില്ലാണ്. സംഗതി അവിടുന്ന് വന്നതപ്പാ മസല. ഇദ്ദയിരിക്കുമ്പോ പല്ലെടുക്കാൻ പാടില്ലാണ് പല നാട്ടിലും മസലുണ്ട്. പല്ലല്ല, നിങ്ങൾക്ക് ഗജ്ജും കാലം എടുക്ക. അങ്ങനെയൊന്നും തെറ്റിദ്ധാരണ, ആ ഒരു തെറ്റുധാരണകാരനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാത്തതെങ്കിൽ അത് തിരുത്തേണ്ടതാകുന്നു. എന്റെ പ്രിയപ്പെട്ട ഇതയിലുള്ള സുഹൃത്ത് അത് കേട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഏതായിരുന്നാലും മയ്യത്തിന്റെ കബറടക്കുന്നതിന് കബർ മൂടുന്നതിന് മുമ്പ് മണ്ണിടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി അതിന് പകരമൊന്നുമില്ല. നമ്മളെ കൊണ്ട് സാധാരണ ചെയ്യുന്ന ദുആകളൊക്കെ സ്വീകരിക്കുക. അസ്റുമുല്ലല്ലേ? മാഷാ അല്ലാഹ്, അപ്പൊ മനസ്സിലായി. നമ്മളെ പഴയ അസ്റുമുല്ലേനല്ലോ അല്ലേ? ഹലോ, അസ്റുമുല്ല നമ്മളെ കഞ്ഞിപ്പഴ അസ്റുമുല്ലല്ലേ അല്ലേ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഞാൻ അറിയാതെ ഐഡിയ ഞാൻ വായിച്ചില്ലട്ടോ. നമ്മളെ വൈലത്തൂർ യൂസുഫുൽ ബുഖാരി തങ്ങൾ പാവ ഹോസ്പിറ്റല് മാറ്റാൻ പറഞ്ഞില്ല, 5 പെണ്ണിനെ അവന്ന് മാറ്റിക്കാല, കുട്ടിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ നമ്മളെ ആ അസുറുമുല്ല എന്നത്.
ഞാൻ ആദ്യം ഐഡിയ വായിച്ചില്ല. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് ബന്ധപ്പെടാം. അപ്പൊ മൂപ്പര ഉപ്പ മരിച്ചതൊക്കെ നമ്മൾ അറിയിച്ചിരുന്നു. ഉമ്മ ഇദ്ദയിലിരിക്കാണ്. ഇദ്ദയിലിരിക്കുന്ന കാരണം ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള തെറ്റുധാരണ കാരണമാണെങ്കിൽ ആ ധാരണ തിരുത്തി ഉമ്മയെ പറ്റാകുന്ന ലേഡി ഡോക്ടർമാരുണ്ടെങ്കിൽ കാണിക്കുക. പക്ഷെ ഒന്നുകൂടി കൂടുതൽ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പല്ലെടുക്കാൻ പാടില്ല എന്നുള്ള തെറ്റുധാരണയിലൊന്നും കുടുങ്ങരുത് എന്നും മാനസികം പ്രത്യേകമായി അറിയിക്കുന്നു. ഏതായിരുന്നാലും നമ്മുടെ ക്ലാസ് റൂമിൽ ഒരുപാട് ആളുകൾ ഇദ്ദയിരിക്കുന്ന പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയാൽ അയൽക്കാർ മൂക്കത്ത് വിരൽ വെക്കും. ഉസ്താദെ, മൂക്കത്ത് വിരൽ വെക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മളെ ക്ലാസ് റൂമിലെ പെണ്ണുങ്ങൾക്കൊക്കെയും റദ്ദിക്ക് അത് പതിപ്പിച്ച് ഇൻഷാ അല്ലാഹ് അവരുടെ കുടുംബത്തിലുള്ള മുഴുവൻ പെണ്ണുങ്ങൾക്കും ഇദ്ദയിലുള്ള തെറ്റായ ധാരണയും അന്ധവിശ്വാസങ്ങളും തിരുത്താൻ അല്ലാഹു തആല KMIC-യിലൂടെ അവസരം നൽകുമാറാവട്ടെ എന്ന് ഞാൻ പ്രത്യേകം ദുആ ചെയ്ത് തൽക്കാലം ഏതായാലും മൈക്ക് വിടുന്നു. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും. ആരെങ്കിലും ഒന്ന് മൈക്കയിലേക്ക് വന്നാൽ ഉപകാരമായിരുന്നു.